താങ്ക് യു. പരിശുദ്ധാത്മാവിൽ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചത് തന്നെയാണ് ഇന്ന് ദൈവസഭയോട് ദൈവത്തിന് അറിയിക്കാനുള്ള സന്ദേശം. पवित्र आत्मा में प्रभु के दास ने जो बताया वही बात आज परमेश्वर कलीसिया को संदेश देना चाहता है. എത്ര വ്യക്തമാണ്, എത്ര ക്ലിയർ ആണ് ദൈവാത്മാവിന്റെ ഗൈഡൻസ്, നടത്തിപ്പ് എത്ര മനോഹരമാണ്. कितना स्पष्ट है, कितना खूबसूरत है, कितना अच्छा है पवित्र आत्मा की अगुवाई. കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടണം. നാം ആയിരിക്കുന്ന സ്ഥലത്ത് കർത്താവിന്റെ വിശ്വസ്ത സാക്ഷിയാകണം. ഇനി ഒന്നും ആലോചിക്കാനില്ല, കാലം അതിന്റെ അന്ത്യത്തിലെത്തി. परमेश्वर का गौरव करना है. हम जिस भी जगह में है परमेश्वर की सेवागाई को विश्वास योग्यता से करना है, क्योंकि संसार अपनी समाप्ति पर है. മറ്റൊരു ഉത്തരവാദിത്വവും ഇതിനേക്കാൾ വലുതായിട്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ഇതിനേക്കാൾ വലുതായിട്ട് മറ്റൊന്നും നമ്മുടെ മുമ്പിലില്ല. और कोई भी जिम्मेदारी इससे बढ़कर परमेश्वर ने हमें सौंपा नहीं है, और कोई बात इससे बड़ा नहीं है. ഈ സന്ദേശത്തിന്റെ അവസാനം ഞാൻ നിങ്ങളെ അതിനുവേണ്ടി ആഹ്വാനം ചെയ്യും, നിങ്ങളെ സമർപ്പിക്കാൻ. പക്ഷെ അതിനു മുമ്പ് കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ചും കൂടെ കേൾക്കണം. इस संदेश के आखिर में मैं ऑल्टर को लूंगा परमेश्वर की सेवागाई के लिए समर्पण करने के लिए, लेकिन उसके पहले परमेश्वर के प्रेम को जानना है. ആ സ്നേഹത്തിൽ നിറഞ്ഞിട്ട് വേണം ശുശ്രൂഷിക്കുക. उस प्रेम में भरकर हमें सेवागाई करना है. परमेश्वर होने पर भी तू मानव रूप धारण किया. परमेश्वर होने पर भी तू मानव रूप धारण किया. प्रभु तेरे इसी प्यार ने हमको दीवाना बनाया. प्रभु तेरे इसी प्यार ने हमको दीवाना बनाया. तू प्यार का सागर, सागर दया का तू है. तू प्यार का सागर, सागर दया का तू है. നിത്യതയിൽ എവിടെയോ വച്ചിരിക്കുന്ന വലിയ വെള്ള സിംഹാസനം. अनंतता में कहीं तो रखा हुआ वो सफेद सिंहासन. അത് സ്വർഗത്തിലല്ല, മറ്റെവിടെ ഒരു സ്ഥലത്ത് ആ വലിയ വെള്ള സിംഹാസനം വെച്ചിരിക്കും. वो स्वर्ग में नहीं है, कई और जगह में रखा है ये बहुत महान बड़ा सफेद सिंहासन. ഒരു നാൾ മനുഷ്യവർഗം മുഴുവൻ അതിന്റെ മുമ്പിൽ വന്ന് നിൽക്കേണ്ടി വരും. एक दिन सारी मानव जाति को उस सिंहासन के सामने खड़ा होना है. യേശുക്രിസ്തു തന്റെ വെള്ള സിംഹാസനത്തിലിരിക്കും. यीशु मसीह अपने सफेद सिंहासन पर आसीनग्रस्त होगा. വിശുദ്ധന്മാർ അവനോട് കൂടെ രണ്ടു വശത്തും സിംഹാസനങ്ങളിലിരിക്കും. पवित्र लोग उसके साथ दोनों तरफ सिंहासनों में बैठेंगे. മരിച്ചവർ ആബാലവൃദ്ധം അവന്റെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കും. मृत्यु पाए हुए तमाम लोग उसके सामने खड़े होंगे. ഹൃദയ ഭേദകമാണ് ആ ദിനം, കണ്ടോണ്ട് നിൽക്കാൻ പറ്റത്തില്ല. वो देख नहीं सकते, वो हृदय में घुसने वाला ऐसा एक अनुभूति है. പലപ്പോഴും എന്റെ മനസ്സിൽ കൂടെ ചിത്രം പോയിട്ടുണ്ട്, എങ്ങനെ കണ്ടോണ്ട് നിൽക്കും. कई बार मेरे मन से वो एक चित्र जाता है कि कैसे इसको हम देखेंगे. എന്റെ ഉറ്റവരും എന്റെ ഉടയവരും എന്റെ സ്നേഹിതരും എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ദിനം ഞാൻ എങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കും. मेरे मित्र आदि, मेरे सगे संबंधी सब लोग जो सामने खड़े होंगे, मैं वो दिन कैसे देखूंगा. ഇവിടെ നിന്നാൽ നരകം കാണാം, കത്തുന്ന തീപ്പൊയ്ക കാണാം. ഇവിടെ നിന്നാൽ और वहां खड़ा होकर जो है वो जलने वाले नरक को देख सकते हैं, गंधक को देख सकते हैं. ഹൃദയ ഭേദകമാണ് ആ ദിനം. और हृदय के पार होने वाला वो दिन है. അവിടെ കൂട്ട നിലവിളി ഉണ്ടാകേണ്ടതാണ്, അവിടെ വലിയ വിലാപം ഉണ്ടാകേണ്ടതാണ്. और वहां बहुत रोना होगा. കാരണം ഒരല്പം സമയം കൂടെ കഴിയുമ്പോൾ ഓരോരുത്തരെയായിട്ട് നിത്യ നരകത്തിലേക്ക് തള്ളിയിടും. क्योंकि कुछ समय के बाद एक एक करके उस अनंत नरक में झोंका जाएगा. ഓരോ മനുഷ്യരെ മുന്നോട്ട് വിളിക്കും. एक एक व्यक्ति को, मनुष्य को आगे बुलाएंगे. അവരുടെ പ്രവർത്തികൾക്കൊത്ത ന്യായവിധി ഉണ്ടാവും. और उनके कामों के अनुसार उनका न्याय किया जाएगा. ഒരുപാട് തെളിവുകൾ അവർക്കെതിരെ അവിടെ നിരത്തുന്നുണ്ടാവും. ഒരുപാട് ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വിറ്റ്നസസ് അവർക്കെതിരെ അവിടെ എഴുന്നേക്കും. बहुत से सबूत वहां पर पेश किए जाएंगे, बहुत से विश्वास योग्य गवाह उनके लिए वहां पर होंगे.
അവിടെ എല്ലാം മുട്ടും മടങ്ങും, എല്ലാ നാവും യേശു മാത്രം കർത്താവെന്ന് ഏറ്റുപറയും. और वहां सारे घुटने टिकेंगे और हर जुबान बोलेगी केवल यीशु मसीह ही परमेश्वर है. കണ്ടോണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരു രംഗമല്ല. वो हम देख नहीं सकते. അവിടെ വലിയ വിലാപം, വലിയ നിലവിളി ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ അവിടെ ഒന്നും ഉണ്ടാകത്തില്ല. वहां बहुत रोना और बहुत से चीख कर वहां पर रोना होना था, लेकिन वहां ये कुछ नहीं होता. കാരണം ദൈവം തന്റെ സിംഹാസനത്തിൽ ഇരിക്കുക. क्योंकि परमेश्वर अपने सिंहासन पर विराजमान है. പക്ഷെ നിരാശയുടെ അങ്ങേ അറ്റമാണ് അവിടെ നിൽക്കുന്ന ആളുകൾ. लेकिन वहां जो खड़े हैं वो निराशा के एकदम सटीक पहुंचे हुए हैं. നിമിഷങ്ങൾക്ക് എല്ലാം തീരും, അവരുടെ ജീവിതം അവസാനിക്കും, ഇനി അങ്ങോട്ട് നിത്യ നരകമാണ്. क्षण भर में सब कुछ समाप्त होगा, जीवन समाप्त होगा, अब आगे अनंत काल का नरक है. കർത്താവിന്റെ ദാസന്മാരെ, ദാസിമാരെ, അത് സഹിക്കാൻ മേലാഞ്ഞിട്ട്, അത് കണ്ടോണ്ട് നിൽക്കാൻ മേലാഞ്ഞിട്ട് ദൈവം ചെയ്തൊരു പ്രവൃത്തിയാ രാത്രി കർത്താവിന് നമ്മോട് അറിയിക്കാനുള്ള ദൂത്. और वो सह नहीं सकते, वो देख के खड़े हो नहीं सकते, और इसलिए प्रभु ने हमारे ऊपर किया एक अनुग्रह है आज जो संदेश हमें सुनने दिया जा रहा है. അനാദി കാലം മുമ്പ് കർത്താവ് ഈ രംഗം കണ്ടു. अनादि समय से पहले से यीशु मसीह ने इसको देखा. ഭൂമി ഉണ്ടാകുന്നതിനും ഭൂമണ്ഡലം ഉണ്ടാകുന്നതിനും മുമ്പ് സ്വർഗത്തിൽ ദൈവം ഈ രംഗം കണ്ടു. संसार और ब्रह्मांड उत्पन्न होने के पहले से ही परमेश्वर ने स्वर्ग में इस दर्शन को देखा. കർത്താവ് തന്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. यीशु मसीह अपने सिंहासन पर उठ खड़ा हुआ. ദൈവിക മഹിമകൾ പലതും മാറ്റിവെച്ചു. और ईश्वरीय महिमाओं को अलग किया. ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. दास रूप लेके मनुष्य के समान ये संसार में उतर आया. परमेश्वर होने पर भी तो मानव रूप धारण किया. परमेश्वर होने पर भी तो मानव रूप धारण किया. प्रभु तेरे इसी प्यारे ने हमको दीवाना बनाया. प्रभु तेरे इसी प्यारे ने हमको दीवाना बनाया. ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ध्यान से सुनिए. യേശുക്രിസ്തു മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അരമനയിൽ ബന്ധിക്കപ്പെട്ടവനായി നിൽക്കുന്ന ആ രംഗം ഇന്ന് രാത്രി നിങ്ങളുടെ അകക്കണ്ണുകൊണ്ട് നിങ്ങൾ കാണണം. यीशु मसीह वो महायाजक कयफा के कमरे में वहां उसके सामने हाथ बंधा हुआ खड़ा हुआ एक उस चित्र को आपको देखना है. വെള്ള സിംഹാസനത്തിലെ അന്ത്യന്യായ വിധിയുടെ ഏതാണ്ട് എക്സാക്ട് റിവേഴ്സലാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. वो सफेद सिंहासन पर जो होता है उस घटना का विपरीत यहाँ पर होता है. ഞാനും നിങ്ങളും ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടതിന് പകരം ദൈവം ഇവിടെ എഴുന്നേറ്റ് വന്ന് നിൽക്കുന്നു. मैं और आप परमेश्वर के वो दंड देने के न्याय के सिंहासन के सामने खड़ा होने की जगह पर यहाँ परमेश्वर स्वयं एक सिंहासन के सामने खड़ा है. കർത്താവിന്റെ കൈകൾ ബന്ധിച്ചിട്ടുണ്ട്, അങ്ങനെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. यीशु मसीह के हाथ को बांधा गया है, ऐसा पवित्र शास्त्र कहता है. സന്നിധിൻ സംഘം മുഴുവൻ അവിടെ വന്ന് കൂടിയിട്ടുണ്ട് രാത്രി. सन्निधिन के सारे संघ सारे अंग लोग सिमती वहां पर है. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് മഹാപുരോഹിതൻ കയ്യഫാവ് അവിടെയുണ്ട്. और उनका खास प्रधान है कयफा जो महायाजक है. ഒരു വാക്ക് അവരെ പറ്റി ഒന്ന് പറഞ്ഞോട്ടെ. एक बात उनके बारे में बताना चाहूंगा. ദൈവത്തിന്റെ വിശുദ്ധ ജനം, സകല ജാതികളിൽ നിന്നും ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ച വിശുദ്ധ ജനമാണിവർ. परमेश्वर के पवित्र लोग, तमाम जातियों में से अपना नीज होकर प्रिय होकर चुना हुआ लोग. അതിന്റെ സുപ്രീം കൗൺസിലാണ് ഇവിടെ അസംബ്ലി ചെയ്തിരിക്കുന്നത്. और उसका सर्वोच्च सिमति है जो यहाँ पर आज जमा हुआ. അതിന്റെ ടോപ്പ് ലീഡറാണ് ഈ മഹാപുരോഹിതൻ. और उसका एक प्रसिद्ध और सबसे ऊंचे पद का अधिकारी है ये महायाजक. അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും വിശുദ്ധമാണ്. उसने जो वस्त्र पहना है वो भी पवित्र है. പക്ഷെ നിങ്ങൾ ഇന്ന് രാത്രി ആ രംഗം ഒന്ന് കണ്ടു നോക്കുക. ഇത്രയും ക്രൂക്കഡായിട്ടുള്ളൊരു ടീം, ഇത്രയും പാപം ചെയ്യുന്ന ഒരു കൂട്ടത്തെ എവിടെ കാണാൻ പറ്റും? लेकिन एक बार आप उनके बारे में अपने मन में फर्ज कीजिए,
इतना पाप करने वाला, इतना हठीला, ऐसा टेढ़ा लोग आपको कहाँ मिलेंगे। കർത്താവിന്റെ ദാസന്മാരെ ദാസിമാരെ, ഇവരുടെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കി മനുഷ്യരുടേത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. मेरे मसीह लोगों, अगर इनकी अवस्था ऐसा है तो बाकी लोगों की अवस्था आप लोग सोच लीजिए। മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം, मत्ती का सुसमाचार 26वां अध्याय, അതിന്റെ 59-ാം വാക്യത്തിൽ उसका 59वां आयत ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 26-ന്റെ 59-ൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവന്റെ നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. मत्ती का सुसमाचार 26वां अध्याय, उसका 59वां वचन, महायाजक और सारी महासभा यीशु को मार डालने के लिए उसके विरोध में झूठी गवाही की खोज में थे. അപ്പൊ വേർഡിക്റ്റ് നേരത്തെ അവർ തയ്യാറാക്കി കഴിഞ്ഞു, കൊല്ലണമെന്ന് തീരുമാനിച്ചു, എന്നിട്ടാ കള്ളസാക്ഷികളെ അന്വേഷിക്കുന്നത്. तो सुनवाई और दंड पहले से ही उन्होंने तय किया था, उसके बाद अब झूठे गवाह ढूंढ रहे थे. ഒരുപാട് കള്ളസാക്ഷികളെ മുന്നേ കൊണ്ടുവന്നു. बहुत से झूठी गवाहों को वहां पर आगे ले आए. ശ്രദ്ധിച്ച് കേൾക്കണം, ध्यान से सुनना. വിശ്വസ്ത സാക്ഷി എന്ന പേരുള്ളവന്റെ മുമ്പിൽ ഒരുപാട് കള്ളസാക്ഷികളെ കൊണ്ട് നിർത്തി. विश्वास योग्य गवाह जो है उसके सामने बहुत से झूठे गवाहों को लाकर खड़ा किया. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും കൊച്ചു കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നും, ഇവർക്ക് യേശുക്രിസ്തുവിനെ അറിയാമായിരുന്നുവോ എന്ന്, ദൈവപുത്രനാണെന്ന് അറിയാമായിരുന്നോ എന്നൊരു സംശയം തോന്നും. इस संगति में जो छोटे बच्चे लोग हैं, हो सकता है उनके मन में शक आए, क्या ये लोग जानते थे ये यीशु मसीह है, परमेश्वर का पुत्र है. മക്കളെ, അവർക്ക് അറിയായിരുന്നു, ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്, ഈ കയ്യപ്പാവിനും സന്നിധിനും സംഘത്തിനും മുഴുവൻ ഈ നിൽക്കുന്നത് ദൈവപുത്രനാണെന്ന് അറിയാമായിരുന്നു. बच्चे वो जानते थे, स्पष्ट रूप से जानते थे. परमेश्वर का वचन कहता है महायाजक और ये उच्च सर्वोच्च समिति, ये लोग स्पष्ट रूप से जानते थे परमेश्वर या यीशु मसीह परमेश्वर का पुत्र है. അങ്ങനെ കൃത്യമായിട്ട് ദൈവവചനത്തിലുണ്ട്. ऐसे साफ तौर पर वचन में लिखा है. പിന്നെന്തിനാ ഇവർ ഈ കള്ളത്തരം കാണിക്കുന്നത്? फिर क्यों इन्होंने ये झूठ को किया? കൊല്ലണമെങ്കിൽ കൊന്നാ പോരെ, ഈ കള്ളസാക്ഷികളെ മുഴുവൻ ഇവിടെ നിരത്തുന്ന എന്തിനാ? अगर मार डालना है तो केवल मार डालते, इसके लिए झूठे गवाहों को क्यों जमा कर रहे थे? ഇത് ആരെ കാണിക്കാൻ ഈ നാടകം, ഈ അഭിനയം എല്ലാം കൂടെ? किसे दिखाने के लिए ये पूरा नाटक किया गया? അവർ കൊല്ലാൻ തീരുമാനിച്ചേക്കുക, ആ വേർഡിക്റ്റ് നേരത്തെ പാസ്സാക്കി. ഇനി ഈ കള്ളസാക്ഷികളെ കൊണ്ടുവന്ന് ഈ നമ്പരെല്ലാം കൂടെ കാണിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? वो मारने वाले हैं, उन्होंने निर्णय लिया है कि यीशु को मारेंगे, फिर ये नाटक क्यों ये झूठे गवाहों को वहां पर खड़ा किया गया? ഞാൻ പറഞ്ഞുതരാം, ഇന്ന് രാത്രി കള്ളത്തരത്തിന്റെ മനഃശാസ്ത്രം ഞാൻ പറഞ്ഞുതരാം. आज रात को झूठ का मनोवैज्ञानिक को मैं बताऊंगा. ഇനി ഇവര് മാത്രമല്ല, പലരും ഇത് അഭ്യസിക്കുന്നുണ്ട്. केवल यही नहीं, बहुत से लोग इसी को बात को करते हैं. പച്ച കള്ളത്തരം കാണിക്കുന്നെങ്കിലും അവർക്ക് ആരുടെയൊക്കെയോ മുമ്പിൽ എന്തൊക്കെയോ ന്യായീകരിക്കാനുണ്ട്. सफेद झूठ करते हैं, लेकिन किसी के सामने उन्हें कुछ न्याय करना है. അതൊരു കോംപ്ലക്സ് ഹ്യൂമൻ മെന്റാലിറ്റി, അത് നേച്ചറാണ്. वो एक इंसानी एक आदत है. ഇവിടെ ഇരിക്കുന്നവരെ ഒന്ന് ബോധ്യപ്പെടുത്തണം, ഇതിനകത്തൊക്കെ എന്തോ ശരിയുണ്ട്, ഞങ്ങൾ ഈ കാണിക്കുന്നതിൽ കാര്യമുണ്ടെന്ന് ബോധ്യപ്പെടുത്തണം. यहाँ बैठने वाले लोगों को मुझे बताना है या समझाना है कि इन तमाम बातों में कोई सच्चाई है या कुछ सही है. यहाँ बैठने वालों को नहीं भैया, वो सन्निधिन संघ का लोगों को बताना है कि इसमें कुछ है, कुछ अच्छा बात है, गलत सब कर रहा है, लेकिन इनको कुछ दिखाना है कि इसमें कुछ है. बस. धन्यवाद प्रभु जी, धन्यवाद भाई, प्रभु आपको आशीष दे. थैंक यू. രണ്ടാമത്തെ കാര്യം, നമ്പർ ടു, അവരുടെ മനസാക്ഷിയിൽ അവർക്ക് ന്യായീകരിക്കണം. കള്ളത്തരമാ കാണിക്കുന്നെങ്കിലും എവിടെല്ലാമോ അവർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. उनके ईमान को उन्हें न्याय दिखाना है. वो झूठ करते हैं, लेकिन कहीं तो अपने ईमान को, अपने विवेक को उनको न्याय दिखाना है. യെസ്. നമ്പർ 3, ദൈവത്തിന്റെ മുമ്പിൽ എന്തൊക്കെയോ അവർ ന്യായീകരിക്കാൻ നോക്കുന്നു. और तीसरा, परमेश्वर के सामने वो अपने आप को धर्मी या न्याय दिखाना चाहते हैं. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പത്രത്തിൽ വായിച്ചു, കള്ളൻ മോഷ്ടിക്കാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടാ പോകുന്നത്. पिछले दिनों में कई तो समाचार पत्र में मैंने ऐसा पढ़ा, एक ठग जो है वो चोरी करने से पहले, चकारी करने से पहले प्रार्थना करके चोरी के लिए निकलता है. അവനും എന്തൊക്കെയോ ന്യായീകരിക്കാനുണ്ട്. उसे भी कुछ न्याय दिखाना है.
ഏത് പാപിക്കും ന്യായീകരിക്കാവുന്ന കുറെ വാക്കുകളുണ്ട്. किसी भी पापी को अपने आप को धर्मी ठहराने का, न्यायी ठहराने का कोई लफ्ज मिलता है. ഏത് പാപത്തെയും ന്യായീകരിക്കാവുന്ന കുറെ ഒഴിവുകളുണ്ട്. हर पाप को न्याय दिलाने का, धर्मी करने का हमें कुछ ना कुछ कारण मिल जाता है. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി, എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഏത് പാപത്തെയും ന്യായീകരിക്കാം. बस इतना ही कहना है कि मेरे पास और कोई चारा नहीं था या फिर मैं मजबूर था, किसी भी पाप को आप न्याय कर सकते हैं. എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ ഹെൽപ്ലെസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഏത് പാപത്തെയും ന്യായീകരിക്കാം. अगर कहे कि मैं मजबूर था, मैं बेबस था, तो किसी भी पाप को हम आसानी से जो है औचित कर सकते हैं. ഇങ്ങനൊരു നാടകം ഇവിടെ നടക്കുന്നത്. और इसी तरह का एक नाटक यहाँ पर हो रहा है. പക്ഷെ ഇതിന്റെ ഈ പ്രസിഡന്റ്, ഇതിന്റെ ഈ ടോപ്പ് ലീഡർ എന്ന് പറയുന്ന ആള് ഭയങ്കര ക്രൂക്കഡാണ്. लेकिन इसका जो प्रधान है, ये जो उसके चोटी पर बैठा हुआ व्यक्ति, वो बहुत ही टेढ़ा व्यक्ति है. അയാൾക്ക് മനസ്സിലായി ഇതുകൊണ്ടൊന്നും നടക്കത്തില്ലെന്ന്. അയാൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു കയ്യഭാവം. वो समझ गया इससे कुछ नहीं होने वाला. वो तुरंत वहां पर खड़ा हुआ. യേശുവിന്റെ അടുക്ക ചെന്ന് ചോദിച്ചു, ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു, ദൈവപുത്രനാണോ എന്ന് ചോദിച്ചു. वो यीशु के पास जाकर बोला, जीवते परमेश्वर का शपथ देता हूँ कि यदि तू परमेश्वर का पुत्र है. അവിടെ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്, യേശുവോ മിണ്ടാതെയിരുന്നു. वहां पर एक वचन लिखा है, यीशु खामोश रहा. അവൻ എഴുന്നേറ്റ് ചോദിച്ച, മഹാപുരോഹിതൻ എഴുന്നേറ്റ് ചോദിച്ച ഒന്ന് രണ്ട് വാക്കുകൾ കൂടെ ഒന്ന് കേട്ടെ. മഹാപുരോഹിതൻ എഴുന്നേറ്റ് ചോദിച്ച 62 വാക്യം. മഹാപുരോഹിതൻ എഴുന്നേറ്റ് അവനോട്, നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്തെന്ന് ചോദിച്ചു. तब महायाजक ने खड़े होकर उससे कहा, क्या तू कोई उत्तर नहीं देता? ये लोग तेरे विरोध में क्या गवाही देते हैं? കേട്ടാ തോന്നുന്നു ഇയാള് ഭയങ്കര ഇന്നസെന്റ് ആണ്. अब सुनने से लगता है कि ये बहुत ही निर्दोष व्यक्ति है. ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത്? ये तेरे खिलाफ क्या गवाह देते हैं? ഈ കള്ളസാക്ഷികളെല്ലാം ഇവൻ തന്നെ കൊണ്ടുവന്നത്. और ये झूठे गवाहों को इसी ने इकट्ठा किया है. ഇത് മുഴുവൻ ഒരു നമ്പരാ. ये केवल एक नाटक है. ഈ ഇസ്കരിയോത്തായ യൂദായ്ക്ക് പൈസ കൊടുത്തതും ഈ തോട്ടത്തിൽ പോയി പിടിച്ചതും എല്ലാം ഇവരെല്ലാം കൂടെ തന്നെ. इस्करियोत यूदा को जिन्होंने पैसा दिया और वहां पर उस गेत्सेमने की वाटिका में जाकर जो इसको अरेस्ट किया, ये सब इन लोगों ने ही रचा हुआ खेल है. പക്ഷെ ഇവിടെ ഈ ചോദിക്കുന്ന ഈ ചോദ്യങ്ങളൊക്കെ കേട്ടാ തോന്നുന്നു എന്തൊക്കെയോ ഭയങ്കര നീതിമാനാണ്, ഇന്നസെന്റ് ആണെന്നൊക്കെ തോന്നും. लेकिन ये सवालों को अगर यहाँ पर हम गौर करेंगे, हमें लगता है कि ये धर्मी व्यक्ति है, ये निर्दोष व्यक्ति है. അവിടെ എഴുതിയിരിക്കുന്ന അടുത്ത 2 വാക്ക് നോക്ക്, യേശുവോ മിണ്ടാതെയിരുന്നു. अगला 2 आयत देखो उसी वचन का, परंतु यीशु चुप रहा. ഇനി എന്നെ ശ്രദ്ധിക്കുന്ന കർത്താവിന്റെ ദാസന്മാരും ദാസിമാരും പറഞ്ഞാട്ടെ, കർത്താവിന്റെ മനോഭാവം എന്താണ്? കർത്താവ് എന്തുകൊണ്ട് മിണ്ടാതിരിക്കും? अब मुझे सुनने वाले भाइयों बहनों, अब आप लोग बोलिए मुझसे कि यीशु मसीह का मनोभाव क्या था, क्यों वो यहाँ पर रहा? കർത്താവിന്റെ മനസ്സിൽ ഇവരോട് എന്ത് വികാരമാണ്? मसीह के मन में इनके प्रति एक कैसा अनुभूति है? നിന്നെയൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാന്നാണോ? क्या मैं तुम लोग को बात में दिखाऊंगा, ऐसा है? നിങ്ങളൊക്കെ ഈ കാണിക്കുന്ന മുഴുവൻ കള്ളത്തരമായി എനിക്കറിയാം, പിന്നെ ഞാനിപ്പോ ഒന്നും മിണ്ടാത്തതാണെന്നാണ്. तुम लोग जो कर रहे हैं वो सब मुझे मालूम है, मुझे पता है ये सब एक खेल हो रहा है, लेकिन मैं अभी चुप रहा हूँ. നിങ്ങൾ എല്ലാവരോടും അക്രമം കാണിച്ച് എന്നെ കൊല്ലുമായിരിക്കും, ഞാൻ കുറെ നല്ല മനുഷ്യർക്ക് വേണ്ടി മരിക്കാൻ പോവാന്നാണ്. तुम लोग सब आक्रमण करके शायद मुझे मार डालेंगे और मैं कुछ भले लोगों के लिए मरने वाला हूँ. क्या ये उसका मनोभाव था? എന്റെ ശിഷ്യന്മാരായ പീറ്റർക്കും യോഹന്നാനും വേണ്ടിയൊക്കെ ഞാൻ ജീവൻ കൊടുക്കാൻ പോവാന്നാണോ കർത്താവിന്റെ മനസ്സിന്റെ ആ വികാരം? मेरे चेले पतरस, यूहन्ना और याकूब के लिए मैं अपने जीवन को बलि देने जा रहा हूँ, क्या ऐसा उसका अनुभूति था? എന്റെ പേരും പറഞ്ഞ് എന്റെ ശുശ്രൂഷയിൽ ഈ ഉടുപ്പ് വിട്ടോണ്ട് നിന്നിട്ട് നിങ്ങൾ എനിക്കെതിരെ ഇങ്ങനെയാണോ കാണിക്കുന്നത്? കഷ്ടമായി പോയെന്നാണ്. मेरे नाम लेकर, मेरे नाम में ये सेवकाई का ये वस्त्र पहने हुए, पवित्र वस्त्र पहने हुए मेरे खिलाफ जो कार्य कर रहे, क्या ऐसा करना चाहिए तुम्हें? ഇന്ന് രാത്രി ഞാൻ ഒരു ദൂത് നിങ്ങളോട് പറയാം, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കർത്താവിന്റെ മനസ്സ് മുഴുവൻ ഇവരോട് 100% സ്നേഹമാണ്. आज रात काल एक दर्शन में आप लोगों को बताना चाहूंगा, एक भेद बताना चाहूंगा. परमेश्वर के मन में, यीशु मसीह के मन में इन लोगों के प्रति सिर्फ प्रेम था. ശ്രദ്ധിച്ചു കേട്ടോ, ശരിയാണോ അല്ലയോ എന്നുള്ളത്. ध्यान से सुनना, ये सही है या गलत? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണോ എന്ന് ചോദിച്ചു. तू जीवित परमेश्वर का पुत्र यीशु है, ये सवाल किया. യേശു പറഞ്ഞു ഞാൻ ആകുന്നെന്ന് പറഞ്ഞു. यीशु ने कहा हाँ मैं हूँ. I am എന്ന് പറഞ്ഞു.
उसने कहा मैं हूँ। ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ല, മലയാളം ബൈബിളിൽ അത് കൃത്യമായിട്ട് അങ്ങനെ എഴുതിയേക്കുന്നത്. अंग्रेजी बाइबल में ऐसा नहीं है, लेकिन मलयालम अनुवाद में स्पष्ट रूप से लिखा है. ഇപ്പൊക്കെ ഈ അന്ത്യകാലത്തൊക്കെ ഒരുപാട് പേരങ്ങ് ഭയങ്കര ഡിബേറ്റും സംശയങ്ങളും എവിടെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ചർച്ചകളും എന്തെല്ലാമോ കോംപ്ലിക്കേഷൻസ് നടക്കുക. अंतकाल में बहुत से चर्चे होते हैं, बहुत लोग वाद विवाद करते हैं, सोशल मीडिया में अलग अलग माध्यमों में बहुत कुछ चल रहा है. പലരും ചോദിക്കുന്നത് യേശു ക്രിസ്തു ദൈവമാണെന്ന് യേശു ക്രിസ്തു പറഞ്ഞായിരുന്നു, അങ്ങനെ ബൈബിളിൽ ഉണ്ടോ? ഇതൊക്കെയാ ചർച്ച. बहुत से लोगों की तर्क यह है कि यीशु मसीह ने कहीं कहा है क्या पवित्र शास्त्र में कि वो परमेश्वर है. ഇതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് ഇറങ്ങിയാ പോരായിരുന്നോ? പകുതി വഴിക്ക് എത്തിയപ്പോഴാണോ ഇതൊക്കെ അന്വേഷിക്കുന്നത്? ये सब पढ़कर आपको निकलना था ना, आधे रास्ते में आकर क्या इसका खोज करना है. ഇവിടെ നോക്ക്, കർത്താവ് പറഞ്ഞത് ഞാൻ ആകുന്നു, ഐ ആം. यहाँ पे देखो यीशु मसीह ने क्या कहा, मैं हूँ. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ഇംഗ്ലീഷ് ബൈബിളിലും ഐ ആം എന്ന് തന്നെ ഉണ്ട്. मरकुस के सुसमाचार में अंग्रेजी बाइबल में भी आई एम ऐसा ही लिखा है. അത് കേട്ട ഉടനെ കയ്യപ്പാവ് മഹാപുരോഹിതൻ വസ്ത്രം കീറി, വലിച്ചു കീറി. और जैसे उसने ये सुना, कय्यफा ये महायाजक जो है उसने अपना वस्त्र को फाड़ दिया. അതൊക്കെ ചുമ്മാ നമ്പരാ, അതൊക്കെ വെറും അഭിനയമാ, കള്ളത്തരമാ, ഇതെല്ലാം തട്ടിപ്പാണ്, ഇതൊരു ഭയങ്കര നാടകമായി നടക്കുന്നു. ये सब वहां का नाटक था, ये सब झूठ था, ये कपट था, वहां पर बहुत बड़ा खेल चल रहा है. എന്നിട്ട് മഹാപുരോഹിതൻ പറഞ്ഞു കേട്ടോ, അവൻ ദൈവദൂഷണം പറഞ്ഞു. उसके बाद महायाजक ने कहा इसने परमेश्वर की निंदा किया. ആരാ ദൈവദൂഷണം പറഞ്ഞേ? ഈ മഹാപുരോഹിതനാ ദൈവദൂഷണം പറഞ്ഞു. कौन परमेश्वर का निंदा किया? ये महायाजक ने परमेश्वर का निंदा किया. ദൈവത്തിന്റെ വിശുദ്ധ ജനത്തിന്റെ സുപ്രീം കൗൺസിലിൽ വിചാരണയ്ക്കിടയിൽ ഞാൻ ദൈവപുത്രനാണെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം അത് അന്വേഷിക്കുക എന്നുള്ളതായിരുന്നു. परमेश्वर के ऐसा पवित्र समारोह के बीच में अगर यीशु मसीह ने कहा कि मैं हूँ, तो उनका जिम्मेदारी था ये खोजे कि क्या वास्तव में ये सच है. പക്ഷെ അവര് വളരെ വയലന്റ് ആയിട്ട് പ്രതികരിച്ചു, ഒരു വസ്ത്രം കീറിയത് ദൈവദൂഷണമാണെന്ന്. लेकिन बहुत ही हिंसक तौर पर उनकी प्रतिक्रिया वहां पर होता है, अपना वस्त्र को फाड़कर ये परमेश्वर की निंदा है ऐसा वो लोग घोषणा करते हैं. കർത്താവിന്റെ ദാസന്മാരെ, കർത്താവിന്റെ ദാസിമാരെ, നിങ്ങൾക്കറിയാമോ ബൈബിളിലെ ഏറ്റവും വലിയ ക്രിമിനലാണ് ഈ കയ്യപ്പാവ്. परमेश्वर के दासों, परमेश्वर के दासियों, परमेश्वर के कलाम का सबसे बड़ा एक क्रिमिनल है ये महायाजक. ഇവനേക്കാൾ വലിയൊരു പാപി ബൈബിളിന്റെ ചരിത്രത്തിലില്ല. इससे बड़ा एक पापी परमेश्वर के शास्त्र में या बाइबल के इतिहास में नहीं है. ഇവൻ ഇത് മുഴുവൻ അറിഞ്ഞുകൊണ്ടാ ചെയ്യുന്നത്. क्योंकि ये सब जानबूझकर ये करता है. അതെല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല ഇവനെ ഏറ്റവും വലിയ പാപി എന്ന് വിളിക്കാനുള്ള കാരണം. ये सब विस्तार से बताने का समय नहीं है क्यों उसको सबसे बड़ा पापी बुलाते हैं. ഒരു വാക്ക് പറഞ്ഞ് ഞാനതങ്ങ് വിടാം. एक बात कहकर उसे छोड़ दूंगा. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ വിവരം പണം കൊടുത്ത് ഒതുക്കിയവനായി കയ്യപ്പാവ്. यीशु मसीह का जी उठने का समाचार पैसा देकर दबाने की कोशिश किया हुआ व्यक्ति है ये कय्यफा. ഒതുക്കൽ വിദഗ്ധന്മാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് അങ്ങനൊന്നുമല്ല. ഇത് കർത്താവിന്റെ ഉയർപ്പിനെ പണം കൊടുത്ത് ഒതുക്കിയവനെ. दबाने वाले कई लोगों को मैंने देखा है, लेकिन ये ऐसा नहीं है. यीशु मसीह का जी उठने को दबाने की, उस समाचार को दबाने की कोशिश करने वाला व्यक्ति ഏറ്റവും വലിയ പാപിയാ അതിന്റെ മുൻനിര നിൽക്കുന്നവനായിരിക്കും. सबसे बड़ा अपराधी या सबसे बड़ा पापी, उसके सबसे प्रथम आगे खड़ा हुआ व्यक्ति. അവൻ ആ സെന്നിദ്രൻ സംഘത്തെ മുഴുവൻ അവന്റെ ഇഷ്ടപ്രകാരം മറിച്ചു. और वो सनेद्रिन का जो समिति है उसको अपने हिसाब से उसने उलट फेर किया. 64 വാക്യം നോക്ക്. 64वां वचन, 65. 65वां वचन. ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി. तब महायाजक ने ദൈവദൂഷണം. तब महायाजक ने अपने वस्त्र फाड़कर कहा इसने परमेश्वर की निंदा की है. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം? നിങ്ങൾ ഇപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ. अब हमें गवाहों की क्या प्रयोजन? ഈ കർത്താവ് ഈ നിൽക്കുന്ന നിപ്പുണ്ടല്ലോ, യേശുവോ മിണ്ടാതെ ഇരുന്നു. ആ മിണ്ടാതെ ഇരുന്ന കർത്താവിന്റെ മനസ്സിൽ ഈ നിൽക്കുന്ന സംഘത്തോടും ഈ കയ്യപ്പാവിനോടും സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല. यीशु मसीह वहां पर चुप रहा,
ये जो वहां का जो लोग थे, सनहदरीन के जो लोग थे और महायाजक था, यीशु के मन में इनके प्रति केवल प्रेम था। അങ്ങനെ തോന്നാനുള്ള കാരണമാണ് ഞാൻ ഈ സന്ദേശത്തിന്റെ ആദ്യം പറഞ്ഞത്. और ऐसा लगने का जो कारण है वो मैंने इस संदेश के आरंभ में कहा। കാരണം വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ ഒരു നാൾ ഈ മനുഷ്യൻ വന്ന് നിസ്സഹായനായിട്ട് നിൽക്കും. क्योंकि उस सफेद सिंहासन के सामने ये व्यक्ति आकर बेबस होकर खड़ा होगा एक दिन। അന്ന് കള്ളസാക്ഷികളല്ല, ഇയാൾക്കെതിരെ നല്ല ഒന്നാന്തരം തെളിവ് സാക്ഷ്യം അവിടെ വെളിപ്പെട്ടു വരും. उस दिन झूठे गवाह नहीं, लेकिन सच्चे गवाह वहां कर इसके खिलाफ स्पष्ट हो जाएंगे। കത്തുന്ന തീപ്പൊയ്ക അതിന്റെ മുമ്പിൽ കിടപ്പുണ്ട്. जलने वाली गंधक की जो वो नदी है वो सामने होगा। അന്ത്യ ന്യായവിധി കഴിഞ്ഞ് തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. और उस अंतिम न्याय के बाद उस गंधक में, उस आग में झोंका जाएगा। കർത്താവിന്റെ ദാസന്മാരെ ദാസിമാരെ, നിങ്ങൾക്കറിയാമോ, മരണത്തിന്റെ മുമ്പിൽ ഏത് മനുഷ്യനും ബലഹീനനാണ്, സോറി ഫിഗറാണ്. परमेश्वर के लोगों, मृत्यु के सामने कोई भी व्यक्ति जो है वो डर जाता है। എത്ര കൊടും പാപിയാണെങ്കിലും മരണത്തിന്റെ മുമ്പിൽ അവൻ ബലഹീനനാണ്. कितना भी बड़ा पापी क्यों ना हो, मृत्यु के सामने वो कमजोर हो जाता है। നമുക്ക് സങ്കടം വരുന്നത് കണ്ടാൽ, എത്ര വലിയ പാപിയുടെ കൊലപാതകമാണെങ്കിലും തൂക്കിക്കൊല്ലുന്നതാണെങ്കിലും അത് കണ്ടോണ്ടുന്ന സങ്കടം വരും. कितना बड़ा पापी या अपराधी क्यों ना हो, जब उसे मार दिया जाता है या उसे लटकाया जाता है, फांसी दी जाती है, हमें दुख होता है। ഇന്ത്യയിലെ ഒരു കൊടും ഭീകരനെ തൂക്കിക്കൊല്ലുന്നതിന്റെ ഒരു ചരിത്രം ഞാൻ വായിച്ചു. भारत के इतिहास में एक बहुत बड़े अपराधी को फांसी देने का एक इतिहास मैंने पढ़ा। ആര് കണ്ടാലും പേടിച്ചറയ്ക്കുന്ന ഒരു കൊടും ഭീകരൻ. कोई भी देखने से डरने वाला ऐसा एक व्यक्ति, डकैत। തൂക്കിക്കൊല്ലുന്നതിന്റെ തലേ രാത്രി ഡോക്ടർ വന്ന് പരിശോധിച്ചു, വെളുപ്പിനെയും പരിശോധിച്ചു. और उसे फांसी देने के पहली रात को और उस दिन सुबह भी डॉक्टर ने आकर उसकी तफ्तीश की। രക്ഷപ്പെടാനുള്ള എല്ലാ വഴിയും അടഞ്ഞു, ഇനി ജീവിതമില്ല, വെളുപ്പിനെ തൂക്കിക്കൊല്ലുമെന്ന് ഉറപ്പായപ്പം ഈ മനുഷ്യൻ കരഞ്ഞു. बचने का कोई उम्मीद नहीं है, सुबह फांसी निश्चित दिया जाएगा। जब ये बात का पुष्टि हुआ तो ये आदमी रोने लगा। ഈ ഡോക്ടറിന്റെ രണ്ട് കയ്യിലും കയറി പിടിച്ചു. डॉक्टर के दोनों हाथों को पकड़ लिया। എനിക്കൊരു ജീവിതം കൂടെ തരാമെങ്കിൽ ഞാൻ നല്ലവനായിട്ട് ജീവിച്ചോളാം എന്ന് പറഞ്ഞു. अगर मुझे एक और जीवन दान दिया जाएगा तो मैं एक अच्छा इंसान बनकर जीऊंगा। ഡോക്ടർക്ക് വല്ലതും ചെയ്യാൻ പറ്റൂ? ഇത് കോടതിയുടെ വിധിയല്ലേ. डॉक्टर कुछ कर सकता है क्या? क्योंकि ये तो न्यायालय का एक दंड है। ഡോക്ടർ അയാളെ വിട്ടുപോകുമ്പോൾ അയാൾ വാ വിട്ട് കരഞ്ഞു, അമ്മാന്ന് വിളിച്ച്, അയാളുടെ അമ്മയെ വിളിച്ച് കരഞ്ഞു, എന്റെ അമ്മാന്ന് വിളിച്ച് കരഞ്ഞു. और डॉक्टर कुछ कर नहीं सकता। वो जब वहां से निकल गया तो वो अपनी माँ को बुलाकर ऐसे पुकार कर रोने लगा। ഏത് മനുഷ്യനും മരണത്തിന്റെ മുമ്പിൽ ബലഹീനനാണ്. कोई भी मनुष्य मृत्यु के सामने कमजोर हो जाता है। പണ്ട് ഇറാഖിൽ നടന്ന ഒരു തൂക്കിക്കൊല, ഒരു 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 ഒരുത്തനെ തൂക്കിന് വധശിക്ഷയ്ക്ക് വിധിച്ചതിന്റെ ഒരു ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ വാർത്ത ഞാൻ കേട്ടിട്ടുണ്ട്. कुछ समय पहले इराक में एक व्यक्ति को फांसी दिया गया, उसका एक चित्र मैंने देखा था। ഒരു ചെറുപ്പക്കാരനെ പട്ടാള കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചു. एक नौजवान को जो है आर्मी का जो कोर्ट है उसे मार डालने के लिए फांसी का सुनवाई सुनाया। അതൊരു പബ്ലിക് എക്സിക്യൂഷൻ ആയിരുന്നു. और वो सामूहिक एग्जीक्यूशन था। ഞാൻ ആ ചിത്രത്തിൽ കണ്ടത്, ഞാൻ ആ വീഡിയോയിൽ കണ്ടത്, ഇവനെ ഇങ്ങനെ കയറ്റി നിർത്തിയിരിക്കുക തൂക്കിക്കൊല്ലാൻ വേണ്ടി. ഒരു സ്റ്റാൻഡ് പോലെ ഒരു സാധനം ഉണ്ടാക്കി അതിന്റെ മേളിൽ നിർത്തിയേക്കുക. और उस वीडियो में जो मैंने देखा, एक स्टैंड बनाया गया है तत्कालीन और उसके ऊपर उसको खड़ा किया है। 100-100 പേര് അതിന്റെ ചുറ്റും കൂടി നിൽപ്പുണ്ട്. लगभग 100 लोग उसके चारों ओर जमा है। അവിടെ പെട്ടെന്നൊരു സംഭവം ഉണ്ടായി. और जल्दी से वहां एक घटना हुआ। ഒരു ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഇങ്ങോട്ട് ചാടി വന്നിട്ട് ഈ ചെറുപ്പക്കാരന്റെ മുഖത്ത് 2-3 അടിയും കൊടുത്തു. वो भीड़ में से एक स्त्री आगे आई और इस नौजवान के मुंह में 2-3 थप्पड़ जड़ दिए। എന്നിട്ട് ആ സ്ത്രീ ഒച്ചത്തിൽ കരഞ്ഞു, നിലവിളിച്ചിട്ട് പറഞ്ഞു, ഇവനെ അഴിച്ചുവിടും, ഇവനെ ഇറക്കി വിടാം. और जोर से रो के उसने कहा, इसे छोड़ दो, इसे रिहा कर दो। ഈ സ്ത്രീയുടെ മകനെയാ ഇവൻ കൊന്നത്. और इस स्त्री के बेटे को इसने मारा था। ഇവരാ പരാതി കൊടുത്തിരുന്നത്. और इसी ने वहां पर शिकायत किया था। ഇവരുടെ പരാതിയിലാണ് ഈ വധശിക്ഷ വന്നത്. और इसकी शिकायत का न्याय जो हुआ था, ये निर्णय मिला इसको फांसी दी जाए। ഈ സ്ത്രീ പറഞ്ഞു കേൾക്കണോ, എനിക്കിത് കണ്ടോണ്ട് നിൽക്കാൻ പറ്റത്തില്ല, അവനെ അഴിച്ചു വിട്ടായിരുന്നു. आपको पता है उस स्त्री ने क्या कहा? उसने बोला, मैं ये देख नहीं सकती, इसे खुला छोड़ दो। ഇത് കഥയല്ല, ഇത് നടന്ന സംഭവമാണ് ഇറാഖില്. നിങ്ങളൊരു പക്ഷേ നിങ്ങളും പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും.
ये कोई कहानी नहीं है, ये सच्ची घटना है जो इराक में हुआ है। हो सकता है आप लोगों ने भी पढ़ा होगा। ആ പട്ടാള കോടതി അതിന്റെ ക്രമീകരണങ്ങൾ അതിന്റെ ഫോർമാലിറ്റീസ് എല്ലാം പൂർത്തിയാക്കിയിട്ട് അയാളെ വെറുതെ വിട്ടു. और उस मिलिट्री की न्यायालय ने वो जो भी कागज पत्र था वो सब पूरा करके उस बंदे को रिहा कर दिया। മനുഷ്യൻ ഈ പാപമെല്ലാം കാണിക്കുന്നത്, ഈ കയ്യപ്പാവും ഈ സെന്നിദ്രൻ സംഘവും ഈ അക്രമമൊക്കെ കാണിക്കുമ്പോഴും നിത്യതയിൽ വരാൻ പോകുന്ന കാര്യത്തെ പറ്റി അവർ അറിയുന്നില്ല. मनुष्य जब ये सब करता है, महायाजक और ये संहद्रन संघ जब ये सब करते हैं, वो भविष्य की बातों से वो अनजान रहते हैं। അത് മുന്നവേ കണ്ട ദൈവത്തിന് മനുഷ്യരോട് സഹതാപമാ, സ്നേഹമാ, കരുണയാ, ആർദ്രതയാ. लेकिन वो पहले से देखा हुआ परमेश्वर को मनुष्य के प्रति प्रेम है, आदर है, सम्मान है। മുൻവിധി അരുതേ, തെറ്റിദ്ധാരണ അരുതേ, ബൈബിളിൽ നിന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത്. कोई गलत से भी नहीं होना चाहिए, मैं पवित्र शास्त्र से प्रचार कर रहा हूँ। ഇയാളെ ഇങ്ങനെ എഴുതി തള്ളരുത് കയ്യപ്പാവിനെ. ഞാൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സംസാരിക്കുന്നു. इस कय्यफाव को यूं ही लिखकर नहीं छोड़ देना, मैं वचन के आधार पर बात करता हूँ। ചില ആളുകളുടെയൊക്കെ ഒരു ചിന്ത എന്നാന്ന് വെച്ചാൽ, ഞങ്ങളെ പോലെ കുറെ നല്ല ആളുകൾക്ക് വേണ്ടി കർത്താവ് മരിച്ചു, കുറെ പാപികളെല്ലാം കൂടെ കർത്താവിനെ കൊന്നു എന്നൊക്കെയാ പലരുടെയും ചിന്ത. कुछ लोगों की सोच है, हम जैसे अच्छे लोगों के लिए, भले लोगों के लिए यीशु मसीह मरा और ऐसे कुछ पापी लोगों ने यीशु को मार दिया। മനസ്സിലാകാൻ വേണ്ടി വേണേ ഞാൻ ഇങ്ങനെ പറയാം, അന്നൊന്നും ജനിക്കാതിരുന്നത് ഭാഗ്യമായി. समझने के लिए मैं ऐसा कहूंगा, उस जमाने में नहीं जन्मा, यही बहुत भाग्य की बात है। അന്നെങ്ങാനും ജനിച്ചായിരുന്നെങ്കിൽ സാറന്മാര് പലരും ചിലപ്പോ സെന്നിദ്രൻ സംഘത്തിൽ കണ്ടേനെ. अगर उस समय हमारा जन्म होता तो हो सकता है हम में से कई लोग उस संहद्रन के लोगों के साथ जुड़े हुए होते हैं। ഞാൻ ചിലപ്പോ ആ സെന്നിദ്രൻ സംഘത്തിൽ കാണത്തില്ല, ഞാൻ അതിന്റെ മിറ്റത്തൊരു ഗ്രൂപ്പ് ഇരിപ്പുണ്ട്, ആ കൂടെയൊക്കെ ഞാനും കണ്ടേനെ. हो सकता है मैं वो संहद्रन वाले लोगों के साथ नहीं हो, लेकिन आंगन में जो लोग बैठे थे उनके साथ शायद जुड़ा हुआ हो। ആരും ആരും മെച്ചമല്ല, എല്ലാരും ഒരുപോലെ തന്നെ. कोई भी बेहतर नहीं है, सब एक जैसा है। ഇവര് എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു? ये लोग क्यों ऐसा करते हैं? അവർക്ക് അവരുടെ പാപത്തിൽ ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ ജീവിക്കണമെന്നല്ലാതെ ഇതിനപ്പുറത്തെ കുറിച്ചൊരു കാഴ്ചപ്പാട്. वो अपने पाप में केवल इस संसार में जीना चाहते हैं, उसके उपरांत उसके परे कोई सोच नहीं। ഇതേ കസേരയിൽ ഇരുന്ന, ഇതേ ഉടുപ്പിട്ടിരുന്ന, ഇതിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആള് ഒരു വാക്യം പറഞ്ഞായിരുന്നു, ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയായിരുന്നു. इसी कुर्सी पर बैठा हुआ व्यक्ति, ऐसा ही कपड़ा पहना हुआ व्यक्ति सालों पहले एक बयान दिया। അയാളുടെ പേര് ഏലി എന്നാ. അയാൾ ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, മനുഷ്യനോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. उसका नाम एली है। उसने ये बयान दिया, मनुष्य अगर मनुष्य के विरोध में पाप करता है तो उसके लिए परमेश्वर से हम माफ मांग सकते हैं। അയാളൊരു ചോദ്യമായി ചോദിച്ചത്, പക്ഷെ മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്താൽ അവന് വേണ്ടി ആരപേക്ഷിക്കും? लेकिन वो एक सवाल किया था कि अगर मनुष्य परमेश्वर के विरोध में काम करता है, तो पाप करता है, तो कौन उसके लिए माफी मांगेगा? അതിന്റെ ഉത്തരം ഏലിക്ക് അറിയത്തില്ല. एली उसका जवाब नहीं जानता था। അതിന്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് അതവിടെ കൊണ്ട് തീർന്നു. वो एक उसको सवालिया निशान लगा के वो वहां पर समाप्त हो गया। അതിന്റെ ഉത്തരമായി സന്നിധിൻ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. और उसका जवाब है संहद्रन संघ के सामने जो खड़ा है। മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്താൽ അവന് വേണ്ടി അപേക്ഷിക്കുന്നത് ദൈവം തന്നെയാണ്. मनुष्य अगर परमेश्वर के विरोध में पाप करता है तो उसके लिए विनती करने वाला परमेश्वर स्वयं है। മധ്യസ്ഥൻ, മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി അവരെ രക്ഷിപ്പാൻ വേണ്ടി ഇറങ്ങി വന്ന സാക്ഷാൽ ദൈവപുത്രൻ. एक बिछुआ जो मनुष्य के लिए मध्यस्थ करने के लिए साक्षात स्वर्ग से उतर आया हुआ परमेश्वर का पुत्र। ഇതിന്റെ തൊട്ടു മുമ്പിൽ ഈ മിറ്റത്ത് വേറൊരു വിചാരണ നടക്കുന്നുണ്ട്. और उसके थोड़े से पहले उसके आंगन में वहां पर दूसरा एक कार्रवाई चल रहा है। അത് ഇതിലും രസമാ, അത് കേട്ടാൽ അത്ഭുതം തോന്നും. वो इससे भी बहुत मजेदार है। നടുമുറ്റത്ത് പീറ്റർ ഇരിപ്പുണ്ട്, പത്രോസ്. आंगन में पत्रोस बैठा है। നേരം പോയതുകൊണ്ട് ഞാൻ വാക്യമൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് കേട്ടാ മതി. समय का इसलिए वचन नहीं लेता, आप लोग बस सुनिए। ഇതിന്റെ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, വേലക്കാരിത്തി വന്ന്. उसके नीचे लिखा है, वहां की एक लड़की आकर, ഒരു വേലക്കാരിത്തി വന്ന് പത്രോസിനോട് ചോദിച്ചു. ആ വാക്ക് മറക്കരുത്, ഒരു വേലക്കാരിത്തി. एक काम करने वाली एक दासी आकर पतरस से पूछती है। അവള് വന്ന് പത്രോസിനോട് ചോദിച്ചു, നീ ആ കൂടെ ഉള്ള ആളല്ലായിരുന്നു എന്ന് ചോദിച്ചു. उस नौकर ने उसको पूछा, पतरस तू उन लोगों के साथ रहने वाला व्यक्ति है ना?
അതിന് പത്രോസ് പറഞ്ഞു മറുപടി, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ലെന്ന്. और उसके लिए पतरस ने जवाब दिया कि तू क्या कहती है, मुझे समझ नहीं आता. പിന്നെ തിരിയാതിരിക്കാൻ അവള് ചൈന ഭാഷയിലല്ലേ പറഞ്ഞു, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല. अब उसे समझ ना आने के लिए उसने कोई चाइनीज भाषा में थोड़ी बोला था. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ മറ്റൊരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, നീ ആ കൂടെ ഉള്ളതായിരുന്നല്ലോ, നിന്നെ അറിയാലോ, നിന്റെ ഉച്ചാരണം നിന്നെ വെളിവാക്കുന്നല്ലോ. कुछ समय बाद दूसरी स्त्री ने आके बोला, जिस तरह से तू बोलता है ये साबित करता है तू उन लोगों के साथ था. പത്രോസ് ആണയിട്ട്, കേൾക്കണേ, ആണയിട്ട് പറയുക, എനിക്ക് ആ മനുഷ്യനെ അറിയത്തില്ല. और उस समय में पतरस शपथ देकर कहता है, मैं उस व्यक्ति को नहीं जानता. കർത്താവിന്റെ ദാസന്മാരെ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവൻ ഈ പറയുന്നത് മുഴുവൻ കള്ളമല്ലേ? परमेश्वर के लोगों, आप लोग मेरी ओर ध्यान दे, ये जो भी कह रहा है ये झूठ नहीं है. ഒരു മണിക്കൂർ മുമ്പ് കർത്താവിന്റെ കൂടെ തോട്ടത്തിലുണ്ടായിരുന്ന ആളല്ലേ ഈ പറയുന്നത്, എനിക്ക് അറിയാൻ പാടില്ല. 1 घंटा पहले जो मसीह के साथ वाटिका में था वो कहता है मैं इस व्यक्ति को नहीं जानता. ഇത് കള്ളസാക്ഷ്യമല്ലേ? क्या ये झूठा गवाह नहीं है? ഇത് തന്നെയല്ലേ അകത്തും നടക്കണേ? यही सब जगह होता है. ഒരു വേലക്കാരത്തി ചോദിച്ചപ്പോ ഇതാ സ്ഥിതിയെങ്കിൽ, ഇവനെ എങ്ങാനും സെന്നിന്ദ്രൻ സംഘത്തിൽ കൊണ്ട് വിസ്തരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കാര്യങ്ങൾ? अगर एक नौकर के, एक दासी के पूछने पर इसकी अवस्था ये है, तो अगर इसको महायाजक और उसके संगी शास्त्री लोग सवाल करते तो इसका क्या हालत हो जाता. അതാ ഞാൻ പറഞ്ഞ, ആരും മെച്ചമല്ല. इसीलिए मैंने कहा कोई भी बदतर नहीं है. പാരസ്യമായിട്ട് തള്ളി പറഞ്ഞു. उसने साफ तौर पर सबके सामने इनकार कर दिया. അപ്പൊ പീറ്ററിന് വേണേ പറയാം, പേടിച്ചിട്ടാ സാറേ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വേണേ പറയാം. अब पतरस भी कह सकता है कि भाई मैं डर कर मैंने ऐसा बोला. അത് തന്നെ കയ്യഫാവും പറയണേ. कय्यफा भी यही कहता है. പീറ്ററിന് വേണേ പറയാം, എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു, ഞാൻ പെട്ടുപോയിട്ടാന്ന് പറയാം. पतरस कह सकता है मेरे पास और कोई बचने का रास्ता नहीं था, फंस गया इसलिए मैंने ऐसा बोल दिया. വചനം നന്നായിട്ട് പഠിക്കണം. കയ്യഫാവിന്റെ മനോഭാവം ഇത് തന്നെയായിരുന്നു. वचन अच्छे से पढ़ना, कय्यफा का भी मनोभाव ऐसा ही था. ഈ സന്ദേശത്തിന്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ കടക്കട്ടെ. ये संदेश का आखिरी भाग में आना चाहता हूँ. ദൈവത്തിന്റെ സ്നേഹമായി ഇവിടെ മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. परमेश्वर का प्रेम यहाँ पर भरकर हमको दिखता है. കർത്താവിന്റെ ദാസന്മാരെ, യേശുവോ മിണ്ടാതെ ഇരുന്നു. परमेश्वर के दासों, यीशु मसीह वहां पर चुप रहा. മിണ്ടാതെ ഇരിക്കാൻ ദൈവകൃപ വേണം. और चुप बैठने के लिए परमेश्वर का अनुग्रह चाहिए. മിണ്ടാതിരിക്കാൻ ശക്തി വേണം. चुप बैठने के लिए हमें बल चाहिए. സ്നേഹിക്കാൻ ശക്തി വേണം. प्रेम करने के लिए सामर्थ्य चाहिए. ക്ഷമിക്കാൻ ശക്തി വേണം. क्षमा करने के लिए सामर्थ्य चाहिए. ഇതെല്ലാം പഠിക്കണം, ഇതെല്ലാം ജീവിതത്തിൽ ഉണ്ടാകണം. ये सब हमको सीखना है. ये सब हमारे गहराई मिले सागर की, ऊंचाई मिले आसमान की, गहराई मिले सागर की, ऊंचाई मिले आसमान की, पर कोई न बना पाएगा गहराई तेरे प्यार की, पर कोई न बना पाएगा गहराई तेरे प्यार की. तू प्यार का सागर, सागर दया का तू है. तू प्यार का सागर, सागर दया का तू है. तेरे प्यार की सागर में हम तैरना चाहते. तेरे प्यार सागर में हम तैरना चाहते. तू प्यार का सागर, सागर दया का तू है. എല്ലാവരുടെയും പാപത്തിന്റെ ശിക്ഷ തന്റെ ശരീരത്തിൽ ഏറ്റുകൊണ്ട് ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞിട്ട് കർത്താവ് ക്രൂശിന്റെ മേൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. तमाम लोगों के पापों को
अपने ऊपर लेते हुए यीशु मसीह ने अपने आप को सलीब को सौंप दिया। ശരീരത്തിന്റെ വേദനയല്ല, മനസ്സിന്റെ വേദനയാ കർത്താവിനെ തകർത്തത്. शरीर का दर्द नहीं, मन का दर्द यीशु मसीह को तोड़ता है। ശരീരത്തിന്റെ വേദനയൊന്നുമല്ല, തന്റെ മനസ്സിന്റെയും തന്റെ ആത്മാവിന്റെയും നൊമ്പരത്തിൽ കർത്താവ് ക്രൂശിൽ കടന്നുകൊണ്ട് കരഞ്ഞു. शरीर की जो वेदना है, दर्द है, वो कुछ नहीं है, लेकिन आत्मा का जो दर्द था, मन में जो दर्द था, बोझ था, उसमें यीशु मसीह को दर्द हुआ। യെശയ്യാ പ്രവചനം 53 അധ്യായം 10 വാക്യം എടുക്കണ്ട, കേട്ടാ മതി. അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ, ആത്മാവിന്റെ വേദന, അതിൽ താൻ പിടഞ്ഞു, താൻ കരഞ്ഞു. यशायाह नबी का किताब 53 के 10 में ये लिखा है कि आत्मा की जो दर्द है उसमें वो तड़पा. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നെന്ന് എഴുതിയിരിക്കുന്നു. और उसका प्राण एक दोष बलि बना, ऐसा लिखा है. ശരീരമെന്നല്ല എഴുതിയിരിക്കുന്നത്, പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നെന്ന് എഴുതിയിരിക്കുന്നു. शरीर एक दोष बलि हुआ, ऐसा नहीं लिखा है. उनका प्राण एक दोष बलि हुआ, ऐसा लिखा है. പ്രാണന്റെ വേദന നൊമ്പരത്തിൽ കർത്താവ് ക്രൂശിൽ കരഞ്ഞു. प्राण के उस दर्द में यीशु मसीह सलीब पर रोया. നോക്ക, ഇവരുടെ എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ ശിക്ഷ തന്റെ ശരീരത്തിന്മേൽ താൻ ഏറ്റെടുക്കുക. देखो, हम तमाम लोगों का पाप का दंड यीशु मसीह अपने शरीर के ऊपर उस सलीब पर लेता है. കർത്താവിന്റെ ദാസന്മാരെ, നിങ്ങൾക്കറിയാവോ, ഈ കയ്യപ്പ ഉൾപ്പെടെ എല്ലാവരോടും ദൈവം ക്ഷമിക്കുന്നുണ്ട്. परमेश्वर के लोगों के आप जानते हैं, कैफा के साथ हम तमाम लोगों को परमेश्वर क्षमा करता है. അപ്പോസ്തല പ്രവൃത്തിയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, അവരറിയാതെ ചെയ്തതാണ്. प्रेरितों के काम में वो स्पष्ट रूप से लिखा है, उन लोगों ने अनजाने में वो किया. ഏത് കൊടും പാപം ചെയ്യുന്നവനോടും ദൈവത്തിന്റെ സന്ദേശം എന്നറിയാവോ? ദൈവം പറയുന്നത് എന്നറിയാവോ? സാരമില്ല, അറിയാതെ സംഭവിച്ചതാ, പോട്ടെ, അതാ ദൈവത്തിന്റെ സന്ദേശം. कितना भी बड़ा घोर पापी क्यों ना हो, क्या आप जानते हो परमेश्वर का संदेश उसके लिए क्या है? कोई बात नहीं, अनजाने में किया था, क्षमा हो. ഇതിനപ്പുറം ഒന്നും പ്രസംഗിക്കരുത്. ദൈവം സ്നേഹമാണ്, ദൈവം ക്ഷമിക്കും, ദൈവം സ്നേഹമാണ്, ദൈവം എല്ലാം പൊറുക്കും. इससे ज्यादा कोई प्रचार हमको नहीं करना है. परमेश्वर प्रेम है, परमेश्वर क्षमा करेगा, वो तमाम पापों को क्षमा देगा. ഇന്ന് രാത്രി ആരും പേടിക്കരുത്. എല്ലാവരും പ്രത്യാശയോടെ സന്തോഷത്തോടെ ഇരിക്കണം. ദൈവം സ്നേഹമാണ്, ദൈവം എല്ലാം ക്ഷമിക്കും. आज रात काल कोई डरना नहीं, आनंद से बैठना है. परमेश्वर प्रेम है, वो हमारे तमाम पापों को क्षमा करेगा. ഈ ഏറ്റവും വലിയ പാപിയായ കയ്യപ്പാവിനോട് സ്വർഗം ക്ഷമിച്ചെങ്കിൽ പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഏത് മനുഷ്യനോടും ദൈവം ക്ഷമിക്കും. ये सबसे प्रधान पापी अपराधी कैफा को अगर परमेश्वर ने क्षमा किया, तो कोई भी पापी को, किसी भी पापी को वो क्षमा करेगा. എനിക്ക് ഒരുപാട് ആളുകൾ നല്ല വിശ്വാസികളാ, അവരെല്ലാം ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ ഉള്ളിൽ പേടിയാ. मैं जानता हूँ बहुत से लोग हैं, अच्छे विश्वासी लोग हैं, सब कुछ करते हैं, लेकिन उनके हृदय में, उनके भीतर एक डर होता है. കാരണം മനുഷ്യനല്ലേ, എവിടെയെങ്കിലും ഒക്കെ കുറവുകൾ വന്നിട്ടുണ്ടാവും, അതിന്റെ പേടിയാ അവർക്ക്. क्योंकि मनुष्य है ना कहीं कोई कमी आ गया होगा और उसका डर उनके अंदर होता है. പലരുടെയും ജീവിതത്തിൽ പല തെറ്റുകളും കുറവുകളും പോരായ്മകളും വന്നിട്ടുണ്ട്. बहुत से लोगों के जीवन में बहुत से कमी, बहुत से गलत बात, बहुत सी खामियां आ गया है. ഇന്ന് രാത്രി ഈ സ്നേഹ സന്ദേശം നിങ്ങൾ കേട്ടാട്ടെ. കർത്താവ് ക്ഷമിക്കും, അവൻ സ്നേഹമാ, അവനെല്ലാം പൊറുക്കും, പേടിക്കാതെ. आज रात काल ये प्रेम के संदेश को आप लोग सुनिए. परमेश्वर क्षमा करेगा, हमारे तमाम पापों को वो क्षमा करेगा, हमें डरना नहीं है. കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി തന്റെ ജീവൻ വെച്ചു തന്നു. परमेश्वर ने सलीब पर अपना जीवन हमारे लिए रख छोड़ा. യെശയ്യാ പ്രവചനം 53 അധ്യായം 11 വാക്യം എടുക്കണ്ട, കേട്ടാ മതി. അവൻ തന്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകും. यशायाह नबी का किताब 53 उसका 11, उसका प्रयत्न का फल देखकर वो खुश हुआ. അതാ നമ്മുടെ പ്രത്യാശയുടെ വചനം. അവൻ തന്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകും. और ये हमारा आशा का वचन है, अपने प्रयत्न का फल देकर वो तृप्त होगा. ആ പ്രയത്നം വെറുതെ ആയി പോകില്ല, അതിന്റെ ഫലമാ നമ്മൾ. അതെല്ലാം ഏറ്റവും യോഗ്യമായി തീരും. वो प्रयत्न खाली नहीं जाएगा, उसी प्रयत्न का फल है हम सब लोग, ये सब उचित होगा. തന്റെ ജീവൻ വെച്ച കർത്താവ് എന്നെ രക്ഷിച്ചത്.
തന്റെ രക്തമൂറ്റി തന്ന നമ്മെ രക്ഷിച്ചത് വെറുതെ ആയി പോയില്ല. अपना जीवन देकर परमेश्वर ने हमारा उद्धार किया है, अपना लहू बहाकर उसने हमें बचाया है, ये जाया नहीं होगा. ഇന്ന് രാത്രി ബലപ്പെടണം, സന്തോഷത്തോടെ ഇരിക്കണം, തൃപ്തിയോടെ ജീവിക്കണം. आज रात काल आनंद के साथ रहना है, तृप्त रहना है, हमें बलवंत होना है. ഇനി മേലാൽ പേടിക്കരുത്. കർത്താവ് സ്നേഹം, അവൻ ക്ഷമിക്കും. അവന്റെ അടുക്കൽ വന്നാൽ ഒരു വാക്ക് പറഞ്ഞാൽ കർത്താവ് എല്ലാം ക്ഷമിക്കും, സ്നേഹിക്കും. अब कभी डरना नहीं, हमारा परमेश्वर प्रेम है, वो क्षमा करेगा. उसके पास आकर एक लफ्ज कहना है, वो क्षमा करेगा. ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ ഈ സന്ദേശം. मैं इसे समाप्ति पर लाना चाहता हूँ. ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ആ ദൂത് തെളിഞ്ഞു വരേണ്ടതിന് നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണമേ. और जब मैं समाप्ति पर लाऊंगा तो ये संदेश स्पष्ट होने के लिए ध्यान से रहे. കർത്താവ് മരിച്ച് അടക്കപ്പെട്ടു. यीशु मसीह मारा गया, गाड़ा गया. മൂന്നാം ദിവസം രാവിലെ അതികാലത്ത് ഉയർത്തെഴുന്നേറ്റു. तीसरा दिन पौ फटते ही वो जी उठा. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകേണ്ടതിന് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഇരിക്കണം. मैं जो कह रहा हूँ स्पष्ट रूप से समझने के लिए बहुत ही ध्यान से आप लोग बैठना. അതികാലത്ത് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. पौ फटते ही सुबह सुबह यीशु मसीह जी उठा. ഭൂമി കുലുങ്ങിയില്ല. वहां पर धरती कांपा नहीं. ദൂതന്മാർ ഇറങ്ങി വന്നില്ല. स्वर्गदूत लोग नीचे नहीं आए. റോമൻ ഇമ്പീരിയൽ മുദ്ര പൊട്ടിയില്ല. और रोमा का जो मोहर वहां लगाया था वो मोहर भी नहीं टूटा. അവിടെ കാവൽ നിന്ന റോമൻ പട്ടാളക്കാർ അറിഞ്ഞില്ല. और वहां पर जो पहरा दे रहे थे वो पहरेदार वो भी ये कुछ नहीं जाने. കല്ലറയുടെ മുമ്പിലുണ്ടായിരുന്ന കല്ല് ഉരുട്ടി മാറ്റിയില്ല. और वहां पर जो सामने उसके सामने जो उसके कब्र के सामने जो पत्थर था वो नहीं हटा. ശാന്തമായി കർത്താവ് ഉയർത്തെഴുന്നേറ്റു. शांत रीति से यीशु मसीह जी उठा. ഒന്നുകൂടെ പറയട്ടെ, और एक बार कहता हूँ, ഭൂമി കുലുങ്ങിയില്ല. भूमि में कोई हलचल नहीं हुआ. ദൂതന്മാർ ഇറങ്ങി വന്നില്ല. स्वर्गदूत वहां पर उतर नहीं आए. റോമൻ ഇമ്പീരിയൽ മുദ്ര പൊട്ടിയില്ല. പട്ടാളക്കാർ रोमन साम्राज्य मोहर है वो नहीं टूटा. പട്ടാളക്കാർ അറിഞ്ഞില്ല. और सैनिक नहीं जान पाए. ആ കല്ല് ഉരുട്ടി മാറ്റിയില്ല. കർത്താവ് അതികാലത്ത് ഉയർത്തെഴുന്നേറ്റു. അതാ റിയൽ പവർ. यीशु मसीह सुबह सुबह जी उठा और ये सामर्थ्य, ये शक्ति है. ഇതാ റിയൽ പവർ. ये सही सामर्थ्य शक्ति है. മിണ്ടാതിരിക്കാൻ ശക്തി വേണം, ക്ഷമിക്കാൻ ശക്തി വേണം, സ്നേഹിക്കാൻ ശക്തി വേണം, ശാന്തമായിട്ട് വൻ കാര്യങ്ങളെ ചെയ്യാൻ പവർ വേണം. चुप रहने के लिए सामर्थ्य चाहिए, क्षमा करने के लिए सामर्थ्य चाहिए, बड़े कार्यों को करने के लिए सामर्थ्य और बल चाहिए. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അതാ സ്ത്രീകൾ കല്ലറയ്ക്കൽ വന്നപ്പോ നടന്ന കാര്യങ്ങൾ. फिर ये बाकी जो भी वहां पर हुआ, ये सब वो स्त्री जब वहां पर कब्र पर आई, कब्रिस्तान पर आया, तब घटा हुआ बात है. അപ്പോഴത്തേക്കും കർത്താവ് നേരത്തെ ഉയർത്തെഴുന്നേറ്റായിരുന്നു. लेकिन उसके पहले ही यीशु मसीह जी उठ चुका था. ദാറ്റ് ഈസ് റിയൽ പവർ. वो सही सामर्थ्य है. യേശു ഉയർത്തെഴുന്നേറ്റു. यीशु मसीह जी उठा. പക്ഷെ അപ്പോഴത്തേക്കും പത്രോസ് ശുശ്രൂഷ വിട്ടായിരുന്നു. लेकिन तब तक पतरस ने सेवा छोड़ दिया. ഈ പറയുന്നതൊക്കെ ശരിയാണോ സാറേ? ये सब सही है क्या? പത്രോസ് ശുശ്രൂഷ വിട്ടായിരുന്നോ? क्या पतरस सेवकाई को छोड़ दिया था क्या? യെസ്, ശ്രദ്ധിച്ചു കേട്ടോ, കൺക്ലൂഡ് ചെയ്യുക, വളരെ ശ്രദ്ധിച്ചു കേട്ടോ. ध्यान से सुनो, ध्यान से सुनना, क्योंकि समाप्ति पर है. പത്രോസ് ഈ ശുശ്രൂഷയൊക്കെ വിട്ടുപോയി. पतरस सेवकाई को छोड़कर चला गया. വേണേ മുൻകൂട്ടി പറഞ്ഞു തരാം വിട്ടു എന്നുള്ളതിന്റെ തെളിവ്. और पहले से बोल देता हूं उसका सबूत. കർത്താവ് അവനെ മടക്കി വിളിക്കുമ്പോൾ പറയുന്ന കാര്യമുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം കേട്ടായിരുന്നോ? दूसरा सवाल आपने सुना था, परमेश्वर ने उसको पूछा, क्या तुम मुझसे प्रेम करते हो? അപ്പൊ കർത്താവ് പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ ആടുകളെ മേയ്ക്കുക, എന്റെ ശുശ്രൂഷ ചെയ്യുക. तो यीशु मसीह ने उससे कहा था, अगर तू मुझसे प्रेम करता है तो मेरे भेड़ का ख्याल रखना, उनका चरवाहा बनना. കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് ശുശ്രൂഷയ്ക്ക് വേണ്ടി പണം ഉണ്ടാക്കാൻ പോയതാണെന്ന്. വെറുതെ. पिछले दिनों में किसी ने कहा कि सेवकाई के लिए पैसा इकट्ठा करने गया था. यूं ही कुछ नहीं. ശ്രദ്ധിച്ചേ, പത്രോസ് ശുശ്രൂഷ വിട്ടു, മീൻ പിടിക്കാൻ പോയി.
पतरस सेवकाई को छोड़ा, मछली पकड़ने चला गया। തന്റെ സ്നേഹിതന്മാരെയും വിളിച്ചുകൊണ്ട് ഗലീല കടലിൽ മീൻ പിടിക്കാം. अपने मित्रों को साथ में लेकर गलीला के उस जगह पर वो मछली पकड़ने चला गया। രാത്രി മുഴുവൻ അലഞ്ഞു, ഒന്നും കിട്ടിയില്ല. रात पूरा वहां पर बहुत कोशिश किया लेकिन कुछ नहीं मिला। പക്ഷെ കണ്ടാ തോന്നുന്നു എന്തൊക്കെയോ പിടിക്കുക. लेकिन देखने से लगता है कि कुछ पकड़ रहा है। ചില കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് കർത്താവിന് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നവരോട് പറയാനുണ്ട്, ശ്രദ്ധിച്ച് കേട്ടെ. कुछ बातें परमेश्वर व्यक्तिगत तौर पर कुछ लोगों को इस मीटिंग में बताना चाहते हैं। വല ഇറക്കുന്നു, വല വലിച്ചു കയറ്റും. വല ഇറക്കുന്നു, വല വലിച്ചു കയറ്റും. जाल फेंकता है, जाल उठाता है, जाल पानी में फेंकता है, फिर उठाता है। കണ്ടാ തോന്നുന്നു ഏതാണ്ടൊക്കെ ഒരുപാട് പിടിച്ചിട്ടേക്കുക. देखने से लगता है बहुत मच्छी को पकड़ लिया है। ഒന്നുമില്ല, വെറുതെ അധ്വാനം എന്നല്ലാതെ ഒരു മിച്ചവും ഇല്ല. कुछ भी नहीं है, खाली प्रयास, उसके अलावा कुछ नहीं। അതാ കർത്താവോട് എന്നോട് ചോദിച്ചോ, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോന്ന് ചോദിച്ചു. और यीशु मसीह ने वहां खड़े होकर पूछा, खाने के लिए कुछ है क्या? അവര് പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞു. उन लोगों ने कहा कुछ नहीं। ഈ തീരത്ത് വന്നിരിക്കുന്ന കർത്താവിനെ അറിയാവോ? ആ സ്നേഹം അറിയാവോ? वो किनारे पर खड़ा हुआ यीशु मसीह जानता है वो प्रेम क्या। കർത്താവിന്റെ സ്നേഹം അറിയണം. परमेश्वर के प्रेम को जानना है। ആ സ്നേഹത്തോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ പോലും ദൈവകൃപ വേണം. और उस प्रेम को सक्रिय तौर पर अगर अपनी प्रतिक्रिया देना है तो उसके लिए भी परमेश्वर का अनुग्रह चाहिए। പിന്മാറിപ്പോയ ഒരു ഗ്രൂപ്പിനെ അന്വേഷിച്ച് കർത്താവ് നിൽക്കുക. पिछड़े हुए एक गुट को, एक झुंड के लोगों को खोजते हुए यीशु मसीह खड़ा है। ഞാനൊരു സാധാരണ സുവിശേഷകൻ, എനിക്ക് കുറച്ചു നാളത്തെ ശുശ്രൂഷയിലെ പരിചയമേ ഉള്ളൂ. मैं एक साधारण सेवक हूँ, बस कुछ समय की सेवकाई मुझे अनुभव है। പക്ഷെ ഒരുപാട് പിന്മാറിപ്പോയവരെ മടക്കിക്കൊണ്ടുവരാൻ ഞാൻ പോയിട്ടുണ്ട്. लेकिन बहुत से पिछड़े हुए लोगों को वापस लाने के लिए मैं उनके खोज में गया हूँ। അവരെയൊക്കെ ചെന്ന് വിളിക്കുമ്പോഴേ അവരൊക്കെ പൊട്ടിത്തെറിക്കുക. उनको जब जाके बुलाते हैं ना, वो लोग टूट जाते हैं, फूट फूट कर रोते हैं। ഞങ്ങൾക്ക് എല്ലാം അറിയാന്നാ പറയുന്നത്. ഞങ്ങളെ അന്വേഷിച്ച് ഇപ്പൊ വന്നേക്കല്ലേ, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് എല്ലാം അറിയാന്നൊക്കെയാണ്. वो कहते हैं कि हम सब जानते हैं, अभी हमें ढूंढते हुए हमारे खोज में आए, हम सब जानते हैं। യെസ് യെസ്, ഈ പീറ്ററിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുക. पतरस की ओर ध्यान से देखो। ഈ കർത്താവിന്റെ സ്നേഹത്തോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ പോലും ദൈവകൃപ. ये यीशु मसीह के प्रेम को अगर सक्रिय तौर पर अगर हमें प्रतिक्रिया देना है तो उसके लिए भी हमारा एक अनुग्रह परमेश्वर का होना है। പീറ്ററിന് വേണമെങ്കിൽ ഒരുപാട് എക്സ്ക്യൂസ് പറയാം. पतरस चाहिए तो बहुत बहाने कह सकता था। ഞാൻ തോട്ടത്തിൽ വെച്ച് വാളൂരി വെട്ടിയതേ സ്നേഹം കൊണ്ടാ, ആ ആത്മാർത്ഥത കൊണ്ട് വെട്ടിയതാ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ വഴക്ക് പറഞ്ഞില്ലേ? मैं उस वाटिका में जब आपको पकड़ने के लिए आए थे, मैंने तलवार निकालकर जो उसके कान को काटा, प्रेम के वजह से काटा था, लेकिन सबके सामने आपने मुझे डांटा। എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ തള്ളി പറയുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞില്ലേ? മുന്നേ അത് പറഞ്ഞുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്? सबके सामने आपने भविष्यवाणी दिया कि मैं आपको तिरस्कार करूंगा, आपने ऐसा बोला इसलिए वैसा हुआ। നിങ്ങൾക്കറിയാമോ, ഈ കാലത്ത് ഈ നാട്ടിലേക്ക് ഒരുപാട് പേര് ശുശ്രൂഷ കളഞ്ഞിട്ട് പോവുക. क्या आप जानते हैं इन जगहों में बहुत से लोग सेवकाई को छोड़कर भाग रहे हैं। ഭയങ്കര പിന്മാറ്റം നടക്കുക, ബാക്ക് സ്ലൈഡിങ്. അതാ ഈ നാട്ടിലെ വലിയൊരു ദുരന്തം. और इस गांव में, हमारे इस देश में जो सबसे बड़ी मुसीबत है, बहुत लोग पिछड़ रहे हैं। ശുശ്രൂഷയൊക്കെ കളഞ്ഞ് മറ്റു പണിക്ക് പോവുക ആളുകൾ. सेवकाई को छोड़कर दूसरे कामों में लोग लगे हैं। കാരണം ഒരു വർഷമായിട്ട് സഭാ ഹാളുകൾ പൂട്ടിയിട്ടേക്കുക. क्योंकि एक साल से कलीसियाएं बंद पड़ा है। നിങ്ങൾ അറിയണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. आप लोगों को ये जानना है, आप लोग प्रार्थना करना है। പിന്മാറി പോകുന്നതിന് ഒരുപാട് എക്സ്ക്യൂസ് പറയാനുണ്ട്. पिछड़ के जाने वाले लोग बहुत बहाने कहते हैं। പീറ്ററിന് വേണേ പറയാം, എന്നെ നോക്കിയ നോട്ടം ഉണ്ടല്ലോ, ആ ഞാൻ നടുമുറ്റത്തിരുന്നപ്പോ ഞാൻ അത് മറക്കത്തില്ല, എനിക്കറിയാം. വേണമെങ്കിൽ ഒത്തിരി എക്സ്ക്യൂസ് പറയാം. पतरस कह सकता है, मैं जब आंगन में था, जो तुमने मुझे घूम कर देखा, तुम्हारी नजर मैं कभी भूलूंगा नहीं। പക്ഷേ ഈ കർത്താവ് ഈ കടലിന്റെ തീരത്ത്, ഈ ഗലീല കടലിന്റെ തീരത്ത് വന്ന് പീറ്ററിനെ വിളിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ മുമ്പിൽ അവൻ ഒരു പരാതിയും പറയുന്നില്ല. लेकिन वहां पर हम देखते हैं, उस गलील की झील के सामने पतरस को आकर जब यीशु मसीह किनारे से पुकारता है, वो कुछ नहीं कहता। കുഞ്ഞുങ്ങളെ എന്ന് വന്ന് വിളിക്കുന്ന കർത്താവിന്റെ സ്നേഹം കണ്ടിട്ടുണ്ടോ? हे बच्चों, ऐसा जो पुकारता है, उस यीशु मसीह का प्रेम को क्या कभी देखा है? കൂട്ടുവാൻ വല്ലതും ഉണ്ടോന്ന് ചോദിച്ചു. खाने के लिए कुछ है क्या, ऐसा पूछा.
കൂട്ടുവാനുള്ളതെല്ലാം ഇവിടെ കരയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവരുടെ കയ്യിലൊന്നുമില്ല. അറിഞ്ഞുകൊണ്ട് ചോദിച്ചതാ. കൂടെ കൂട്ടാനായി ചോദിച്ചത്. കൂട്ടുവാൻ വല്ലതും ഉണ്ട്? खाने के लिए सब कुछ तैयार करके रखकर ये सवाल करता है। यीशु मसीह जानता है उनके पास कुछ नहीं है, लेकिन उनको अपने साथ मिलाने के लिए ये सवाल किया। അവർ പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞു. लोगों ने कहा कुछ नहीं है। എന്നാ വലത്തോട്ട് മാറ്റി വല ഇറക്കാൻ പറഞ്ഞു. तो उसने कहा दाहिने और अपना जाल फेंको। ഒരുത്ത മീൻകൂട്ടം കിട്ടി. बहुत बड़ा मछली मिला। ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? मैं एक सवाल करता हूँ। എന്റെ കൂടെ സുവിശേഷ വേല ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. आपके साथ सेवगाई करने वाले बहुत से लोग हैं, അവർക്കെല്ലാം കർത്താവിന്റെ വിളി ഉണ്ടായിരുന്നവരാ. അവരെല്ലാം और उन तमाम लोगों को यीशु मसीह का बुलावट था, അവരെല്ലാം അത് അവഗണിച്ച് പല വഴിക്ക് ജോലിക്ക് പോയി. और वो सब उन बातों को नजरअंदाज करके अलग अलग जगहों पर नौकरी के लिए चले गए। യോനായെ പോലെ കിഴക്കോട്ട് പോകാൻ പറഞ്ഞപ്പോ പടിഞ്ഞാറോട്ട് പോയി. योना की तरह जब उत्तर में जाने को बोला तो पश्चिम में चला गया। ബോട്ടേലല്ല, പ്ലെയിനിലാ കയറിപ്പോയത്. जहाज में नहीं, हवाई जहाज में उड़ते हैं, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ കയറി ഇരിക്കുക മീനും പിടിച്ചുകൊണ്ട്. और जैसे कुछ मालूम नहीं इस तरह से मछली पकड़कर बैठा है। ഈ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വല ഇറക്കുന്നു വല കയറ്റുന്നു എന്നല്ലാതെ മിച്ചമൊന്നുമില്ല. जैसा मैंने कहा जाल डालते हैं, जाल निकालते हैं, लेकिन कुछ मिलता नहीं है। എന്നാ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആലോചന കൃത്യമായിട്ട് കേട്ടോണം. लेकिन आज रात काल परमेश्वर की वाणी स्पष्ट रूप से सुनना। ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേരുടെ കൂടെ ഉണ്ട്. പല സ്ഥലത്ത് പോയി കഷ്ടപ്പെട്ടിട്ട് അവസാനം ദൈവവിളി സുവിശേഷ വേല ചെയ്യുക എന്നുള്ളത് അറിഞ്ഞ് മടങ്ങി വന്ന ഒരുപാട് പേരുണ്ട്. और ऐसे बहुत से लोग हैं जो अलग अलग जगहों पर भटक गए थे, लेकिन आखिर में थक कर परमेश्वर का बुलावट होने से वापस आए हुए लोग भी हैं। ഇപ്പൊ അവസാനം ഒരാൾ വന്ന് ജോയിൻ ചെയ്തു. अब आखिर में एक व्यक्ति हाल ही में आकर हमसे जुड़ गया। 7 രാജ്യത്ത് 10 കമ്പനി ജോലി ചെയ്തു. 7 राज्यों में 10 दफ्तरों में काम किया। 40 വയസ്സേ ഉള്ളൂ. केवल 40 साल की आयु है। സകല പണിയും പോയി. सब काम चला गया। അപ്പൊ പുള്ളി ഒരു തീരുമാനം എടുത്തു. അത് ജോലിയൊന്നും സ്ഥിരമായിട്ട് നിൽക്കാത്തത് സുവിശേഷ വേലയ്ക്ക് പണ്ട് സമർപ്പിച്ചിട്ട് പോകാതിരുന്നതുകൊണ്ടാ. എന്നാ സുവിശേഷ വേലയ്ക്ക് പോയേക്കാന്ന് പറഞ്ഞ് ഇപ്പൊ എന്റെ കൂടെ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. तो उसने निर्णय लिया, कहीं भी काम में दृढ़ता या स्थिरता नहीं मिल रहा, क्योंकि पहले समर्पण किया था कि प्रभु की सेवकाई में लगूंगा, अब ये सब छोड़कर सेवकाई में लग जाता हूं, ऐसा कहकर आपके साथ आके जुड़ गया। ഇനിയിപ്പൊ അങ്ങനെ ആരും വരണ്ട. अब ऐसा कोई आना नहीं। നിങ്ങൾ ആരും അങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ട. आप लोग में से कोई ऐसा निर्णय भी नहीं लेना। പക്ഷെ ഇവിടെ വേറൊരു സംഭവം നടക്കുന്നുണ്ട്. लेकिन यहाँ पर दूसरा एक संभव घटता है। ഒന്നും കിട്ടാതെ രാത്രി മുഴുവൻ അലഞ്ഞ ഒരുവന്റെ പടക് നിറച്ചു കൊടുത്തു കർത്താവ്. एक व्यक्ति जिसके पास कुछ नहीं था, उसका पूरा जहाज को भर के देने वाला मसीह। എന്നിട്ട് കർത്താവ് ചോദിച്ചു ഇങ്ങനെ പോരാവെന്ന് ചോദിച്ചു. और फिर मसीह ने पूछा तू आ सकता है? അങ്ങനെ ഇറങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ऐसा निकलने के लिए कोई तैयार है क्या? പടക് മുഴുവൻ നിറച്ചിട്ടേക്കുക. आपका जहाज पूरा भरा हुआ है, മതിയെന്ന് പറയാറായോ? बस काफी है ऐसा कह सकते हैं क्या? തൃപ്തിയായോ? तृप्त हुआ है क्या? ഈ തീരത്തോട്ടം നോക്കി ഇവിടെ നിൽക്കുന്ന ആരാന്ന്? आप किनारे पे देखो कौन खड़ा है। അവിടെ നല്ല ഒന്നാം തരം അപ്പവും എനിക്ക് അതിന്റെ പേര് പറയാൻ അറിയത്തില്ല, ഫിഷ് ബ്രോയിലോ അങ്ങോട്ട് ചെയ്ത് കനലയിൽ ഇങ്ങനെ ചുട്ടു വെച്ചിട്ടുണ്ട്. वहां पर अच्छा रोटी और वहां पर मछली वहां पर आग में सेका हुआ रखा है। അത് നൽകുന്ന മെസ്സേജ് എന്നാണെന്നറിയാവോ? ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ നീ അധ്വാനിച്ചൊന്നും കൊണ്ടുവരണ്ട, ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കരുതി വെച്ചിട്ടുണ്ട്. उसका संदेश क्या है आपको पता है? अगर सेवकाई के लिए निकलते हैं तो आप इसकी चिंता नहीं करो, सब तैयार करके रखा है। കരുതാമെന്ന് പറഞ്ഞവൻ പുലർത്താമെന്ന് പറഞ്ഞവൻ കരുതും. जो आपका ख्याल रखेगा, जो आपका ध्यान देगा बोला है, वो निश्चित आपको प्रावधान करेगा। ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാ. यहाँ पर प्रातल तैयार है। കർത്താവിനോട് കഴിക്കാൻ പറഞ്ഞു, പ്രാതൽ കഴിക്കാൻ പറഞ്ഞു. यीशु मसीह कहता है कि आओ प्रातल खा लो। ആർക്കും വിശപ്പില്ല. किसी को भूख नहीं। 7 പേരിങ്ങനെ തീരത്തിങ്ങനെ കണ്ണും തള്ളി നിൽക്കുക. 7 लोग वहां पर आंखें बाहर निकाल कर खड़े हैं। കർത്താവ് ഭക്ഷണം എടുത്ത് കൈ കൊടുത്ത് കഴിക്കും മക്കളെ എന്ന് പറഞ്ഞു. परमेश्वर ने वहां पर यीशु मसीह ने खाना लेकर उनके हाथों में दिया। ആ ഭാഗമൊക്കെ വായിച്ചാൽ നമ്മുടെ കണ്ണ് നിറയിട്ടോ. वो भाग पढ़ेंगे तो हमारा आंख भर आएगा। അവര് പ്രാതൽ കഴിച്ചു കഴിഞ്ഞപ്പോ और प्रातल खाने के उपरांत യേശു പത്രോസിനെ വിളിച്ച് ഇങ്ങ് വരാൻ പറഞ്ഞു. यीशु मसीह ने पतरस को अपने पास बुलाया। എന്നിട്ട് അവനോട് ചോദിച്ചു, നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടോടാന്ന് ചോദിച്ചു. और फिर उसको पूछा, क्या तुम मुझसे प्रेम करता है? ആ കർത്താവിനെ നിങ്ങൾക്ക് അറിയാവോ? क्या वो मसीह को तुम जानते हो, पहचानते ആ हो? സ്നേഹം അനുഭവിച്ചിട്ടുണ്ടോ? क्या उस प्रेम का अनुभव किया है?
അവൻ കുറ്റപ്പെടുത്തത്തില്ല, वो दोष नहीं लगाता, അവൻ വഴക്ക് പറയത്തില്ല, അവൻ ക്ഷമിക്കത്തേ ഉള്ളൂ. वो डांटता नहीं, वो केवल क्षमा देता है. അവൻ മുഴുവൻ സ്നേഹമാ, ദൈവം സ്നേഹം തന്നെ. वो पूरा प्रेम है, परमेश्वर प्रेम है. ഈ ശിഷ്യന്മാര് കർത്താവിന്റെ കൂടെ നടന്നപ്പോഴൊക്കെ അവർക്ക് പല തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. ये चेले जब यीशु के साथ चलते थे बहुत गलतफहमी थी. ഈ കോഴി കൂവിയപ്പോ യേശു തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. जब मुर्गे ने बांग दिया तब यीशु मसीह ने मुड़कर पतरस को देखा. പത്രോസ് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. पतरस बाहर जाकर बहुत ही कड़वाहट से रोया. കർത്താവിന്റെ സാന്നിധ്യം അവനിലൊക്കെ ഭയങ്കര കുറ്റബോധം ഉണ്ടാക്കുക. परमेश्वर की उपस्थिति उसके अंदर एक पश्चाताप को पैदा किया. Your presence reminds me of my failure. आपकी उपस्थिति मुझे मेरी विफलताओं को याद दिलाता है, ऐसा वचन कहता है. വചനല്ല, പലരും അങ്ങനെ പറയുന്നു. बहुत से लोग ऐसा कहते हैं. അങ്ങനല്ല, ऐसा नहीं है. അവന്റെ സാന്നിധ്യം എന്റെ പാപങ്ങളെ മറയ്ക്കുന്നു. उसकी उपस्थिति मेरे पाप को ढांप देता है. അവന്റെ സാന്നിധ്യം എല്ലാം ക്ഷമിക്കുന്നു, പൊറുക്കുന്നു. उसकी उपस्थिति सब कुछ माफ करता है, क्षमा करता है. അവൻ സ്നേഹിക്കുന്നു, वो प्रेम करता है. അവൻ പീറ്ററിനോട് ചോദിച്ച ചോദ്യം കേൾക്കുന്നുണ്ടോ? പത്രോസേ, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? उसने पतरस को जो सवाल किया वो सवाल आप सुनते हो क्या? പത്രോസ് കൊടുത്ത മറുപടി കേൾക്കണോ? എനിക്ക് അങ്ങയോട് സ്നേഹമുണ്ട് കർത്താവേ. पतरस का उत्तर आप लोग ने सुना होगा, हाँ परमेश्वर प्रभु मैं तुमसे प्रेम करता हूँ. കർത്താവിന്റെ സ്നേഹത്തോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്താൽ, परमेश्वर के प्रेम को सकारात्मक रीति से अगर हम प्रतिक्रिया देते हैं, ഇന്ന് രാത്രി പേടിക്കാതെ, आज रात को डरना नहीं, അല്പം പോലും നിരാശ വരാതെ, बिल्कुल भी निराशा न आते हुए, ഈ നല്ല ഉടുപ്പൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടിരിക്കുമ്പോൾ ഹൃദയത്തിന്റെ അവസ്ഥ ആർക്കും അറിയത്തില്ല. अच्छे कपड़े को पहनकर अच्छे से जब बैठते हैं तो हृदय की अवस्था कोई नहीं पहचानता. പേടിക്കാതെ ക്ഷമിക്കുന്നൊരു ദൈവമുണ്ട്. डरो नहीं, क्षमा करने वाला परमेश्वर है. സ്നേഹിക്കുന്നൊരു കർത്താവുണ്ട്. प्रेम करने वाला एक परमेश्वर है. ആ സ്നേഹത്താൽ നിറഞ്ഞു കഴിയുമ്പോഴേ वो प्रेम से जब हम भर जाएंगे, ഒരു ചോദ്യം കൂടെ വരും. और एक सवाल आएगा. കണ്ണുകൾ അടച്ചാട്ടെ, ഞാൻ ആ ചോദ്യം ചോദിക്കാം. आंखों को बंद करें, मैं वो सवाल करता हूँ. കർത്താവിനോട് സ്നേഹമുണ്ടോ? क्या परमेश्वर से प्रेम है? എല്ലാരും പറയും ഉണ്ടെന്ന് പറയും. सब लोग कहेंगे हाँ है. അത് 100% സത്യമാണ്. അതുകൊണ്ടാണല്ലോ ഈ രാത്രി ഈ മീറ്റിംഗിൽ നമ്മൾ ഇരിക്കുന്നത്. और वो 100% सही है, इसलिए आज रात काल इस संगति में हम बैठते हैं. എങ്കിലും കർത്താവിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊരു വാക്ക് നിങ്ങൾ ദൈവത്തോട് പറഞ്ഞേ, കർത്താവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. लेकिन परमेश्वर की उपस्थिति में अपने हृदय से परमेश्वर से आज हमको ये बोलना है, मसीह मैं तुमसे प्रेम करता हूँ. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. सब लोग अपनी आंखों को बंद करें. ഈ ചോദ്യം പത്രോസിനോട് മാത്രമല്ല കർത്താവ് ചോദിച്ചത്. ये सवाल केवल पतरस को यीशु मसीह ने नहीं पूछा, എന്നോട് നിങ്ങളോടും എല്ലാം ചോദിക്കുന്നുണ്ട്. मुझसे और आपसे भी यही सवाल करता है. ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? क्या इनसे ज्यादा तू मुझसे प्रेम रखता है? മറുപടി പറഞ്ഞാട്ടെ കർത്താവിനോട്. जवाब दीजिए यीशु मसीह को, യേശുവേ എനിക്ക് അങ്ങയോട് സ്നേഹമുണ്ട്. यीशु मसीह मुझे आपसे प्रेम है, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. मैं आपसे प्रेम करता हूँ. तू प्यार का सागर, सागर दया का तू है. तू प्यार का सागर, सागर दया का तू है. तेरे प्यार की सागर में हम तैरना चाहते, तेरे प्यार की सागर में हम तैरना चाहते. तू प्यार का सागर, सागर दया का तू है. ഈ സ്നേഹം അനുഭവിച്ചെങ്കിൽ, കർത്താവിന്റെ സ്നേഹം നന്നായി അനുഭവിച്ചെങ്കിൽ, ഇന്ന് രാത്രി ആ ദൈവസ്നേഹത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, ആ സ്നേഹത്തോട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്.
इस प्रेम को अगर आपने अनुभव किया है, ये प्रेम आपके अंदर भरा हुआ है और इस प्रेम आपके हृदय में आ गया है, और इस प्रेम से अगर आप सकारात्मक रीति से प्रतिक्रिया दे सकते हैं, तो ये आपके लिए एक अच्छा अनुग्रह का बात है। അത് ദൈവകൃപയാണ്, അത് ദൈവത്തിന്റെ കരുണയാണ്. वो परमेश्वर का अनुग्रह है, ये परमेश्वर का दया है. പക്ഷെ രണ്ടാമതൊരു ചോദ്യം കൂടെ ഉണ്ട്. लेकिन दूसरा एक सवाल भी है. അത് കണ്ണടച്ച് നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം മറുപടി കൊടുക്കാൻ. वो आंख मूंद कर अच्छे से सोच विचार करके उत्तर देना. അത് പത്രോസിനോട് കർത്താവ് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം. और वो पतरस को यीशु मसीह ने पूछा हुआ दूसरा सवाल. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ ആടുകളെ മേയ്ക്കാമോ, എന്റെ ശുശ്രൂഷ ചെയ്യാമോ? तू अगर मुझसे प्रेम करता है, क्या तू मेरे भेड़ को चराएगा, क्या तू मेरा सेवा करेगा? കർത്താവിന്റെ വേല ചെയ്യാൻ മനസ്സുണ്ടോ? കർത്താവിന്റെ സാക്ഷിയാകാൻ ആഗ്രഹമുണ്ടോ? परमेश्वर का सेवक बनने के लिए क्या इच्छा है, क्या उसका गवाह बनना चाहते हैं? ദൈവസഭയിലുള്ള എല്ലാവരോടും ഞാൻ ദൈവസ്നേഹത്തിൽ നിർബന്ധിക്കുന്നു, നിങ്ങൾ ആ ചോദ്യത്തിന് ആലോചിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പോസിറ്റീവായി മറുപടി കൊടുക്കണം. परमेश्वर की कलीसिया के तमाम लोगों को मैं कहता हूँ, जिम्मेदारी के साथ आप लोगों को निश्चित तौर पर, सकारात्मक तौर पर इस उत्तर का जवाब देना है. കർത്താവ് നിങ്ങളുടെ വല നിറച്ചു തന്നെങ്കിൽ, നിങ്ങളുടെ പടക് നിറഞ്ഞെങ്കിൽ, തൃപ്തിയായെങ്കിൽ വേല ചെയ്യാൻ മനസ്സുണ്ടോ എന്ന് ഇന്ന് രാത്രി ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട് പറയാം. परमेश्वर पूछता है कि आज अगर तुम तृप्त है, तुम्हारा जहाज भरा हुआ है, अगर आप तृप्त हो चुके हैं, तो क्या आप सेवकाई करने के लिए तैयार है? अपने दिल से परमेश्वर को आप वो जवाब दीजिए. ഈ ഉപവാസ പ്രാർത്ഥന അതിനു വേണ്ടിയാ വെച്ചേക്കുന്നത്. ये उपवास की प्रार्थना इसीलिए रखा है. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ. चारों ओर क्या चल रहा है आप देख रहे हैं. ലോകം അവസാനിക്കുക എന്നുള്ളത് അറിയാലോ. संसार समाप्ति पर आप जानते हैं. കർത്താവ് വേഗം വരുമെന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാലോ. यीशु मसीह जल्द आने वाला है, मेरा ना कहने से ही आप लोग जानते हैं. ഇത്രയൊക്കെ പോരെ നമുക്ക് ജീവിക്കാൻ? ഇത്ര സൗകര്യങ്ങളൊക്കെ പോരെ? क्या इतना काफी नहीं है हमें जीने के लिए? इतना आशो आराम क्या काफी नहीं है हमें जीने के लिए? നമ്മുടെ പടക് നിറഞ്ഞില്ലേ? हमारा जहाज क्या भरा हुआ नहीं है? അത് പോരെ? അത്രയും പോരെ? या इतना काफी नहीं है? क्या ये काफी नहीं है? ഇനി മക്കളുടെ പടക് കൂടെ നിറയ്ക്കേണ്ട ആവശ്യമുണ്ടോ? अब बच्चों का भी जहाज भरना जरूरी है क्या? എനിക്ക് തോന്നുന്നു ഇത്രയും മതിയെന്നാ. मुझे लगता है इतना काफी है. ഇനിയുള്ള കാലം കർത്താവിന്റെ വേലയുടെ ഭാഗമാകും. अब आगे का समय परमेश्वर की सेवा का सहभागी बनो. ഇന്ന് രാത്രി അതിനുള്ള തീരുമാനം എടുത്താട്ടെ. आज रात काल उसका निर्णय ले. എന്റെ ആടുകളെ മേയ്ക്കാമോ? क्या मेरे भेड़ों को चरा सकता है? എന്റെ കുഞ്ഞാടുകളെ പാലിക്കാമോ? क्या मेरे मेमनों को तू ख्याल रख सकता എന്റെ है? ശുശ്രൂഷ ചെയ്യാമോ? क्या मेरा सेवकाई तू कर सकता है? പീറ്റർ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു. പത്രോസ് पतरस ने सकारात्मक तौर पर उसकी प्रतिक्रिया जवाब दिया. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ വില്ലിംഗ് ആണ്, എനിക്ക് മനസ്സാണ്. हाँ हाँ, मैं आपसे प्रेम करता हूँ, मेरा मन है, मैं तैयार हूँ. കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ മുമ്പിൽ നമുക്കൊന്നും പറയാനില്ല. परमेश्वर की उस प्रेम के सामने हम कुछ नहीं कह सकते. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു കർത്താവേ. मैं आपसे प्रेम करता हूँ परमेश्वर. അങ്ങയുടെ വേല ചെയ്യാൻ എനിക്ക് ഇഷ്ടമായി, എനിക്ക് മനസ്സാ കർത്താവേ. आपका सेवकाई करने के लिए मुझे इच्छा है, मुझे पसंद है प्रभु. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. सब लोग अपनी आंखों को बंद करें. ആരും കണ്ണു തുറക്കരുത്. कोई आंखों को नहीं खोलना. ഞാനും അങ്ങനെ തന്നെ ഇരിക്കുന്നു. मैं भी इसी तरह से बैठा हूँ. ഇവിടെ ആർക്കും ഒന്നും കാണാനില്ല. यहाँ पर किसी को कुछ देखना नहीं है. എല്ലാം കാണുന്നത് ഒരുവൻ മാത്രം, സർവശക്തനായ ദൈവം. सब कुछ देखने वाला केवल एक ही है, सर्वशक्तिमान परमेश्वर. ഈ ചോദ്യത്തിന് പോസിറ്റീവായി ഉത്തരം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, इस सवाल का सकारात्मक तौर पर आप अगर जवाब दे सकते हो, നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കണം. अपने हाथों को ऊंचा करें. എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇവരിൽ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? क्या तुम मुझसे प्रेम करते हो? इन लोगों से ज्यादा अधिक तुम मुझसे क्या प्रेम करते हो? ഉപകർത്താവേ, എനിക്ക് അങ്ങയോട് സ്നേഹമുണ്ട്, ഹൃദയത്തിൽ നിന്ന് പറയാൻ പറ്റുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. हाँ परमेश्वर, मैं तुमसे प्रेम करता हूँ, ऐसे सच्चे मन से जो जवाब दे सकता है, केवल वो लोग अपने ऊपर करें. ഇവിടെ മനുഷ്യരാരും കാണാനില്ല, കർത്താവ് മാത്രമാണ് കാണുന്നത്. यहाँ पर कोई मनुष्य नहीं देखता, केवल परमेश्वर देखता है. എനിക്ക് അങ്ങയോട് സ്നേഹമുണ്ട് കർത്താവേ. मसीह, मैं तुमसे प्रेम रखता हूँ.
രണ്ടാമത്തെ ചോദ്യം, दूसरा सवाल, കരങ്ങൾ താഴ്ത്തിയിട്ടാട്ടെ. ആരെങ്കിലും ഉയർത്തിയെങ്കിൽ താഴ്ത്തിയിട്ടാട്ടെ. अगर हाथ ऊपर किया है तो वो हाथ को नीचे ले। രണ്ടാമത്തെ ചോദ്യം, दूसरा सवाल, കർത്താവിന്റെ വേല ചെയ്യാൻ താല്പര്യമുണ്ടോ? परमेश्वर की सेवकाई करने के लिए क्या इच्छा है? കർത്താവിന്റെ സാക്ഷിയാകാൻ താല്പര്യമുണ്ടോ? परमेश्वर का गवाह बनने के लिए क्या इच्छा है? ആ ചോദ്യത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ ആഗ്രഹമുണ്ടോ? क्या उस सवाल के सामने समर्पण करना चाहते हैं? അങ്ങനെ സമർപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോട്ടെ. ऐसा समर्पण करने की इच्छा है तो हाथों को ऊपर करें। ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. हे हमारे स्वर्गीय पिता, आज रात काल हमको दिया हुआ इस अच्छे संगति के लिए धन्यवाद। അങ്ങയുടെ സ്നേഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. आपके प्रेम के सामने धन्यवाद के साथ हम तेरी धन्यवाद स्तुति देते हैं। മാത്രമല്ല കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിന്റെ മുമ്പിൽ ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. नहीं, परमेश्वर आपके प्रेम के सामने हम अपने आप को पूर्ण रूप से समर्पण करते हैं। അങ്ങയുടെ വേലയുടെ ഭാഗമാകാൻ അടിയൻ ആഗ്രഹമുണ്ട്. आपकी सेवकाई का भाग बनने के लिए हम इच्छा करते हैं। അതിനായിട്ട് ഇന്ന് രാത്രി അടിയനെ സമർപ്പിക്കും. और उसके लिए आज रात काल मैं अपने आप को समर्पण करता हूँ। കർത്താവിന്റെ ഹിതം പോലെ ഞങ്ങളെ എടുത്തുപയോഗിക്കണം. परमेश्वर की इच्छा के अनुसार हमारा इस्तेमाल कर। തിരുനാമത്തിന് മഹത്വം ഉണ്ടാകണം. आपके नाम की महिमा हो। പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. प्रार्थना के लिए धन्यवाद। യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. यीशु मसीह के नाम से मांगते हैं, आमीन। ആളുകൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുമ്പോൾ, അന്ധകാരം ഈ ലോകത്തെ മൂടുമ്പോൾ, കർത്താവിന്റെ നല്ല സാക്ഷികളായി നമുക്ക് നിലകൊള്ളാം. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. जब लोगों को सांस न मिलता और तड़प कर लोग मर जाते हैं, इस दुनिया में परमेश्वर का जीवित गवाह होने के लिए प्रभु हमारी सहायता करने पाए। इस वचन से परमेश्वर सबको आशीष दे। थैंक यू. God bless.